എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം 10th പ്രിലിംസിൻ്റെ ആദ്യഘട്ട പരീക്ഷ നടന്നു. ആ പരീക്ഷയുടെ മാത്സിൻ്റെയും മെൻ്റൽ എബിലിറ്റിയുടെയും ചോദ്യങ്ങളുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പഠനമാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്ത് ആദ്യം മുതൽ തന്നെ ഓരോ ചോദ്യങ്ങളും ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. മാത്സ് തീരെ അറിയാത്തവരെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ്സാണ്. നന്നായി അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ വീഡിയോ ആണ്, മുന്നോട്ടും പുറകോട്ടും പോകാനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മാക്സിമം എക്സ്പ്ലനേഷൻ ഓരോ ചോദ്യത്തിനും തരാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നും പറയുന്ന കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഈ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ അവർക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് പോകണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ട്രിക് ടേണിന് ഒരു ടെലിഗ്രാം ചാനലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഈ ടെലിഗ്രാം ചാനലിലൂടെ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ തീർച്ചയായും അതിലൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ വന്നു തുടങ്ങും. ട്രിക് ടേണിൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇതേപോലെ ടെലിഗ്രാമിൽ മേളിൽ സെർച്ച് ചെയ്യാം. അവിടെ ഒന്ന് സെർച്ച് ചെയ്യുക, TRIG സ്പേസ് ഇട്ട് TURN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ഒന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അത് കാണാനും അതിൽ ജോയിൻ ചെയ്യാനായിട്ടും പറ്റും. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഈ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഈ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങൾ ഏറ്റവും വൃത്തിയായി പഠിക്കാനായിട്ട് ഇപ്പോൾ സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും എന്നതാണ് ചോദ്യം. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, കുഞ്ഞുങ്ങളെ, നമ്മുടെ കയ്യിൽ സമചതുരാകൃതിയുള്ള ഒരു തുണിയുണ്ട്. സമചതുരം എന്ന് പറയുമ്പോൾ അതിൻ്റെ നീളവും വീതിയും എല്ലാം ഒന്ന് തന്നെയാണ്, സ്ക്വയർ. ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ തുണിയുടെ നീളം 1 മീറ്ററാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ തുണിയുടെ നീളം 1 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ വീതിയും 1 മീറ്ററാണ്, നീളവും 1 മീറ്ററാണ്, എല്ലാം 1 മീറ്ററാണ്. അങ്ങനെ പറയാൻ കാര്യം ഇതൊരു സമചതുരാകൃതിയിലുള്ള തുണിയാണ്. ഓക്കെ, ഇനി ഈ തുണിക്ക് 100 രൂപ വിലയുണ്ട്. അപ്പോൾ ഈ തുണിക്ക് എത്ര രൂപ വിലയുണ്ട്? 100 രൂപ. എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയിലുള്ള പുതിയ തുണിയുടെ വില എത്രയാകും എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള വേറെ ഒരു സമചതുരാകൃതിയിലുള്ള തുണി, അതിൻ്റെ വില എത്ര? ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കും, എടാ, ഒരു നീളവും ഒരു വീതിയും ഉള്ളവന് 100 രൂപ. അപ്പൊ സ്വാഭാവികമായും ഇതിന്റെ പകുതി നീളവും വീതിയും ഉള്ളവന് 100ന്റെ പകുതി 50 രൂപ. 50 ഉറപ്പായിട്ടും ഓപ്ഷൻ്റെ അകത്തിലുണ്ട്. ടിക്ക് ചെയ്യാൻ തോന്നും, ചെയ്യരുത്. മക്കളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തുണിയുടെ പൈസ നിശ്ചയിക്കുന്നത് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും. ആലോചിച്ച് നോക്ക്. എത്ര വലുപ്പമുണ്ടോ അതിനനുസരിച്ചായിരിക്കും ആ തുണിയുടെ ആ തുണിയുടെ പൈസ. വലിയ തുണിയാണ് വലിയ പൈസ, ചെറിയ തുണിയാണ് കുറച്ച് പൈസ. ഇതല്ലേ അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഒരു തുണിയുടെ വലിപ്പം എന്ന് പറയുമ്പോൾ മക്കളെ, വേണ്ട ഈ സാധനം കണ്ടോ, വേണ്ട ഈ സാധനം തുണിയുടെ വലിപ്പം. അതായത് ഒരു തുണിയുടെ പൈസ നിശ്ചയിക്കുന്നത് തുണിയുടെ വലിപ്പം. തുണിയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഈ തുണിയുടെ പരപ്പളവ്, ഏരിയ. എത്രയും വലിപ്പമുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ പൈസ നിശ്ചയിക്കുന്നത്. ഓക്കെയാണോ? മുമ്പോട്ട് വാ. ഇനി നിങ്ങൾ പറ, ഈ തുണിക്ക് 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുണ്ട്. അങ്ങനെയാണ് ഈ തുണിയുടെ ഏരിയ എന്ന് പറയുന്നത് 1 × 1 1 മീറ്റർ സ്ക്വയർ ആണ്. ആലോചിച്ച് നോക്ക്. അപ്പം നിങ്ങൾ ആലോചിക്കുക, അതെങ്ങനെ? എടാ, ഇതൊരു സമചതുരമല്ലേ? സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ അല്ലേ? സൈഡിന്റെ സ്ക്വയർ അല്ലേ? സൈഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A. 1 1ന്റെ സ്ക്വയർ അല്ലേ? 1 തന്നെ.
അല്ലെ നീളവും വീതിയുടെ ഗുണിക്കുമ്പോൾ നീളം ഗുണം വീതി 1 × 1 1 സ്ക്വയർ 1. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ ആണ് ഈ തുണിയുടെ വലിപ്പം. ഈ 1 മീറ്റർ സ്ക്വയർ ഉള്ള തുണിക്കാണ് മക്കളെ 100 രൂപ എന്ന് പറയുന്ന സാധനം. ആലോചിച്ച് നോക്ക്. 1 മീറ്റർ സ്ക്വയർ വലിപ്പമുള്ള അല്ലെങ്കിൽ 1 മീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഈ തുണിക്കാണ് കുഞ്ഞുങ്ങളെ 100 രൂപ. ഇനി നമ്മളോട് എന്തോ പറയുന്നേ? ഇതിൻ്റെ പകുതി നീളവും വീതിയുമുള്ള മറ്റൊരു തുണി. അപ്പൊ ഇതിൻ്റെ പകുതി നീളം 1 മീറ്ററിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/2 മീറ്റർ, വീതി എന്ന് പറഞ്ഞാൽ 1 മീറ്റർ, 1 മീറ്ററിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/2 മീറ്റർ, 1/2 മീറ്റർ ഉള്ള മറ്റൊരു സമചതുരാകൃതിയിലുള്ള ഒരു തുണി. ആ തുണിയുടെ പൈസ. അപ്പൊ ആ തുണിയുടെ പൈസ അളക്കുന്നത് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കുമല്ലോ. അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പരപ്പളവായിരിക്കുമല്ലോ. പരപ്പളവെന്ന് പറഞ്ഞാൽ A² ആകുമല്ലോ. 1/2 സ്ക്വയർ, 1 സ്ക്വയർ 1 തന്നെ, 2 സ്ക്വയർ 4. അല്ലെ ഇങ്ങനെ ചിന്തിക്കാം. ഈ സാധനത്തിൻ്റെ പരപ്പളവ് ഏറിയ കാണാൻ നീളം ഗുണം വീതി, നീളമര വീതി അര, ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ വെട്ടാനായിട്ടൊന്നുമില്ല 1/4 എന്ന് പറയാം. അല്ലെ വേറൊരു രീതി ചിന്തിച്ച ഇതൊരു സമചതുരമാണ്. ഈ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A² ആണ്. A 1/2, 1/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4. അപ്പോ ഈ ഒരു തുണിയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ 1/4 മീറ്റർ സ്ക്വയർ ആണ്. 1/4 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ 1/4 മീറ്റർ സ്ക്വയർ ഉള്ള തുണിയുടെ പൈസ എത്ര? 1 മീറ്ററിന് 100 രൂപ. അപ്പൊ 1/4 എത്രന്ന് ചോദിച്ചാൽ 1/4 × 100. 1 മീറ്ററിന് 100 രൂപ. അപ്പൊ 1/4 എത്രന്ന് ചോദിച്ചാൽ 1/4 × 100. 100നെ 4 കൊണ്ട് ഹരിച്ച് നമ്മുടെ ഉത്തരം 25. മുമ്പോട്ട് പോവാം. ഇനി നമ്മുടെ നല്ല ഭാഷ പറഞ്ഞ 1 മീറ്ററിന് 100 രൂപ. നമുക്ക് 1/4 മീറ്ററിന്റെ പൈസയാ വേണ്ടിയത്. 1 മീറ്ററിന് 100 രൂപയാണ്, 1/2 മീറ്ററിന് 50 രൂപയാണ്. അപ്പൊ 1/4 മീറ്റർ എന്ന് പറഞ്ഞാൽ 50ന്റെ പകുതി 25 രൂപയാണ്. സിമ്പിൾ സാധനം. ഞാൻ ഒരു വട്ടം കൂടെ പറയും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. ഓക്കെ മക്കളെ, സമചതുരാകൃതിയിലുള്ള ഒരു തുണിയുണ്ട്. ആ തുണിയുടെ നീളം 1 മീറ്റർ. നീളം 1 മീറ്റർ ആണ് മക്കളെ, വീതിയും 1 മീറ്റർ ആണ്. ഈ തുണിയുടെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ പൈസ. വലിപ്പം എന്ന് പറഞ്ഞാൽ മക്കളെ പരപ്പളവ്. അപ്പോൾ ഈ തുണിയുടെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്നുകിൽ നീളം ഗുണം വീതി, 1 × 1 1 മീറ്റർ സ്ക്വയർ. കാര്യം പരപ്പളവ് എപ്പോഴും മീറ്റർ ആണ്, മീറ്റർ സ്ക്വയറിൽ എഴുതും. സെന്റിമീറ്റർ ആണ്, സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ ആണ് കുഞ്ഞുങ്ങളെ ഈ തുണിയുടെ പരപ്പളവ്. ഈ തുണിയുടെ വില 100 രൂപയാണെന്ന് പറയുന്നു. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിന്റെ വിലയാണ് 100. മലയാളത്തിൽ പറഞ്ഞാൽ 1 ചതുരശ്ര മീറ്ററിന്റെ വിലയാണ് 100. മുമ്പോട്ട് പോവാം. ഇനി നമുക്ക് ഈ തുണി നീളവും വീതിയും പകുതിയാക്കി. നീളം 1 ആണ്, അതിൻ്റെ പകുതി അര. വീതി 1 ആണ്, അതിൻ്റെ പകുതി അര. അങ്ങനെയാണ് ഇതിൻ്റെ വില എത്രയാവും? നീളവും വീതിയും പകുതിയാകുമ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ വലിപ്പം എത്രയാകും എന്നൊന്ന് കണ്ടുപിടിക്കുക. നീളവും വീതിയുടെ ഗുണിക്കുക. മക്കളെ, അരയും അരയുടെ ഗുണിക്കുക, അല്ലെങ്കിൽ അരയുടെ സ്ക്വയർ, A² എന്നുള്ളൊരു കൺസെപ്റ്റ്. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 1/4. 1/4 മീറ്റർ സ്ക്വയർ ആണ് പുതിയ സമചതുരത്തിന്റെ വിസ്തീർണം. ഇനി ചിലരെങ്കിലും ചിന്തിക്കും, സാറേ ഇങ്ങനെ ചിന്തിക്കാതെ 1ന്റെ പകുതി 0.5 എന്നെടുത്താലും കിട്ടത്തില്ലേ? കുഴപ്പമൊന്നുമില്ല. 0.5 എടുത്തു കഴിഞ്ഞാൽ 1/4 പകരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 0.25 ആയിരിക്കും. 0.25നെ ഈ പറയുന്ന 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഈ പറയുന്ന ഉത്തരത്തിലേക്ക് തന്നെ വരും. പേടിക്കണ്ട, 25ലേക്ക് തന്നെ വരും. പിന്നെ പോയിന്റ് കാണുമ്പോൾ ചിലർക്കൊരു അലർജിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അര എന്ന കൺസെപ്റ്റിൽ തന്നെ എടുത്തത്. അപ്പൊ പണ്ട് ഇതിന്റെ വിസ്തീർണം 1 മീറ്റർ സ്ക്വയർ ആണ്. 1 മീറ്റർ സ്ക്വയർ ആയപ്പോൾ 100 രൂപ.
ഇപ്പോൾ ഇതിന്റെ വിസ്തീർണം കാ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ കാ മീറ്റർ സ്ക്വയർ 1ന് 100 1/4 എത്ര എന്ന് കാണാൻ 1/4 × 100. 100നെ 4 കൊണ്ട് ഭാഗിച്ച് 25. അല്ലേ തന്നെ നിങ്ങൾ ആലോചിക്ക്, 1 മീറ്ററിന് 100, അര മീറ്ററിന് 50, 1/4 മീറ്ററിന് എത്ര? അതിൻ്റെ പകുതി 25. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം, ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് ഈ സമവാക്യം ശരിയാവുക എന്നതാണ് ചോദ്യം. സമവാക്യം ഒരുമിച്ചായിരുന്നു എഴുതേണ്ടേ, ഞാൻ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ താഴെ ആയിപ്പോയി, പേടിക്കണ്ട. അതായത് ഒരു സമവാക്യം നമുക്ക് തന്നിട്ടുണ്ട്, 5 + 3 × 8 - 12 ഡിവിഷൻ 4 = 3. 5 + 3 × 8 - 12 ഡിവിഷൻ 4 = 3. ഈ സമവാക്യം ശരിയല്ല. കാര്യം ഈ സമവാക്യം ശരിയല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇനി ഏതൊക്കെ രണ്ട് ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ഈ സമവാക്യം ശരിയാവും? അതായത് ഇവിടുത്തെ ഏതൊക്കെ രണ്ട് ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമുക്കിതിൻ്റെ ഉത്തരം 3 കിട്ടും എന്നാണ് ചോദ്യം. നമുക്ക് കിട്ടേണ്ടത് =3 ആണ്. അതായത് 3 നമുക്ക് വരണം. ഇതിൻ്റെ വാല്യൂ 3 ആവണം. ഏത് രണ്ട് ചിഹ്നങ്ങൾ മാറ്റിയാൽ പറ്റും എന്നാണ് ചോദ്യം. ആദ്യത്തെ ഓപ്ഷൻ, വേറെ വഴിയില്ല, ഓപ്ഷൻ ഇട്ട് നോക്കാം, പ്ലസും മൈനസും മാറ്റാം. അപ്പൊ പ്ലസ് കിടക്കുന്നിടത്ത് മൈനസ് ആവും, മൈനസ് കിടക്കുന്നിടത്ത് പ്ലസ് ആവും. അപ്പൊ ഇതിനെ എങ്ങനെ വരും? ആദ്യം പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും. 5 പ്ലസിന് പകരം -3, ഇൻറ്റൂന് കുഴപ്പമില്ല, നമ്മൾ മാറ്റിയിട്ടില്ല 8, മൈനസിന് പകരം പ്ലസ്, ഡിവിഷൻ പ്ലസ് 12 ഡിവിഷൻ 4. കാര്യം നമ്മൾ ഇവിടെ മാറ്റിയ ചിഹ്നം പ്ലസും മൈനസും ആ. പ്ലസ് കിടക്കുന്നിടത്ത് മൈനസായി, മൈനസ് കിടക്കുന്നിടത്ത് പ്ലസ് ആയി. ഓക്കെ, മുമ്പോട്ട് വാ. ഇനി ഇതൊന്ന് സോൾവ് ചെയ്തേ. ഇത് ഏത് രീതിയിൽ ചെയ്യും കുഞ്ഞുങ്ങളെ? ഇത് നമുക്ക് ബോർഡ് മാസ് രീതിയിൽ ചെയ്യണം. കാര്യം പ്ലസും മൈനസും ഇൻറ്റു ഡിവിഷനും വന്ന ആദ്യം ബോർഡ് മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ട്. ഡിവിഷൻ നമുക്ക് ആദ്യം ചെയ്യാം. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 12 ആണ്, 3 വരും. അപ്പൊ ഈ സാധനം 5 × 3 × 8 + 3 എന്ന് വന്നു. 5 - 3 × 8 + 3 എന്ന് വന്നു. ഇനി അടുത്തത് ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനമുണ്ടോ? ഉണ്ട്. ഇത് ഗുണനമാണ്. 3 × 8 24. അപ്പോൾ 5 - 24 + 3 എന്ന് വന്നു. ഇനി അടുത്തത് അഡീഷൻ കഴിഞ്ഞ് സബ്ട്രാക്ഷൻ ആണ്. ഇനി ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ള കാര്യം, കൂട്ടാനും കുറയ്ക്കാനും മാത്രമാണെങ്കിൽ ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താൽ മതി, യാതൊരു വിധമായ പ്രശ്നവും ഇവിടെ ഇല്ല. 5ൽ നിന്ന് 24 കുറച്ചാൽ നമുക്ക് മനസ്സിലാവും -19. -19 3 കൂടെ കൂട്ടിയാൽ നമുക്ക് മനസ്സിലാവും -16 ആണ് ഇതിൻ്റെ ഉത്തരമായി വരിക. ഇനി അല്ലേ തന്നെ ഇങ്ങനെ ചിന്തിക്കൂ, 5ഉം 3ഉം കൂട്ടുമ്പോൾ 8, -24ഉം 8 കൂടെ കൂട്ടിയാലും -16 ആണ് കിട്ടുക. ഇത് ഫുള്ള് ചെയ്യണമെന്നൊന്നുമില്ല, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് ഇടയ്ക്ക് മനസ്സിലാവും ഇതെങ്ങനെ ചെയ്താലും 3 എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് വരാനായിട്ട് പോകുന്നില്ല. അപ്പൊ ഇതിന്റെ ഉത്തരം -16 ആണ്. അപ്പൊ ഓപ്ഷൻ എ അല്ല ഉത്തരം. നമുക്ക് വരേണ്ടത് 3 ആണ്. അപ്പൊ ആദ്യത്തേത് മാറ്റി. ഇനി ഏത് ചിഹ്നങ്ങൾ മാറ്റിയാൽ ശരിയാവും? മൈനസും ഡിവിഷനും ഒന്ന് മാറ്റി നോക്കാം. രണ്ടാമത്തെ, അതായത് മൈനസ് കിടക്കുന്നിടത്ത് ഡിവിഷൻ വരണം, ഡിവിഷൻ കിടക്കുന്നിടത്ത് മൈനസ് വരണം. നമുക്ക് നോക്കാം. 5 + 3 × 8 മൈനസ് കിടക്കുന്നിടത്ത് ഡിവിഷൻ, മൈനസ് കിടക്കുന്നിടത്ത് ഡിവിഷൻ 12, ഡിവിഷൻ കിടക്കുന്നിടത്ത് -4. നമുക്ക് നോക്കാം. ബോർഡ് മാസ് റൂൾ പ്രകാരം നമ്മൾ എവിടെ മൈനസ് കടന്നോ അവിടെ നമ്മൾ ഡിവിഷൻ കൊടുത്തു, എവിടെ ഡിവിഷൻ കിടന്നോ അവിടെ നമ്മൾ മൈനസ് കൊടുത്തു. ബോർഡ് മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. 8 ഡിവിഷൻ 12.
8 ഡിവിഷൻ 12 നമുക്ക് എല്ലാവർക്കും അറിയാം 8നെ 12 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം. 8 ഡിവിഷൻ 12, 8നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 2/3 എന്നായിരിക്കും. കാര്യം 8ഉം 12ഉം നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. 4 കൊണ്ട് ഹരിച്ചാൽ 4 2 8, 4 3 12. അപ്പോൾ ഈ സാധനം 2/3 ആയി. ഇനി അതെടുത്ത് അവിടോട്ട് എഴുതി 5 + 3 × 2/3 - 4. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. ഇത് മൾട്ടിപ്ലിക്കേഷനാ. അത് ചെയ്യൂ. 3 × 2/3. ഇതൂടെ വെട്ടിക്കളഞ്ഞാൽ കാര്യം 3 × 2/3 ചെയ്യുമ്പോൾ താഴെ നിന്ന് മേളിൽ നിന്ന് 3 പോയാൽ ഇവിടെ 2 വരും. അപ്പോൾ 5 + 2 - 4. ഇനി ലാസ്റ്റിൽ കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂ. കൂട്ടാനും കുറയ്ക്കാനും മാത്രമാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താൽ മതി. 5ഉം 2ഉം കൂടെ കൂട്ടിയാൽ 7. 7ൽ നിന്ന് 4 പോയാൽ 3. ഈ സമവാക്യം ശരിയായി. ഈ സമവാക്യത്തിന്റെ ഉത്തരം കുഞ്ഞുങ്ങളെ 3 ആണ് കിട്ടേണ്ടത്. 3 കിട്ടി. 3 കിട്ടണമെങ്കിൽ നമ്മൾ തിരിക്കേണ്ടത് മൈനസും ഡിവിഷനുമാണ്. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യണ്ട. എന്നാൽ ഈ ഡിവിഷൻ വരുന്നത് കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നും. അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിക്കാം. 5 + 3 × 8. മൈനസും ഡിവിഷനും തിരിക്കുക. മൈനസ് കിടക്കുന്നിടത്ത് നമ്മൾ ഡിവിഷൻ 12, ഡിവിഷൻ കിടക്കുന്നിടത്ത് -4. ഇനി ബോർഡ് മാസ് റൂൾ പ്രകാരം ഡിവിഷൻ ആദ്യം ചെയ്തു. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 8നെ 12 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. കാര്യം 8 എന്ന് പറയുന്നത് 12നേക്കാളും ചെറിയൊരു സംഖ്യയാണ്. ചെറിയൊരു സംഖ്യ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് പറ്റാത്തതുകൊണ്ട് നമ്മൾ 8/12 എന്ന് എഴുതി. ഇത് വെട്ടിക്കളയുമ്പോൾ 2/3 ആയി. ഇനി നമ്മൾ ആ 2/3 അവിടോട്ട് എഴുതി. 5 + 3 × 2/3 - 4. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. ഇത് ഗുണിക്കുമ്പോൾ ഇതോടെ പോയി. അപ്പോൾ 5 + 2 - 4. 5ഉം 2ഉം 7. 7ൽ നിന്ന് 4 പോയാൽ 3. ഇത് 3 ആവണമെങ്കിൽ നമ്മൾ മാറ്റേണ്ട ചിഹ്നം ഇതൊക്കെയാണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ബാക്കി ചെയ്ത് നോക്കണ്ട. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. 2 സംഖ്യകളുടെ ലസാഗു 60, ഉസാഗ 3. ഈ 2 സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ഈ ചോദ്യം കാണാത്തവരായി ആരും തന്നെ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം നമ്മൾ കുറേ പ്രാവശ്യം ഈ 10th പ്രിലിംസിനും LGSനും വേണ്ടി ക്ലാസ്സുകൾ ചെയ്തു. കുറെ 6 7 ക്ലാസ്സുകൾ, ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഈ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. ഇനി LCM HCFന് വേണ്ടിയിട്ട് മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ലാസ് ചെയ്തു. അവിടെ ഇത് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക മക്കളെ. 2 സംഖ്യകളുടെ ലസാഗു നമ്മളോട് പറയുന്നു 60, ഉസാഗ നമ്മളോട് പറയുന്നു 3. അതിൽ ഒരു സംഖ്യ നമ്മളോട് പറയുന്നു 12. രണ്ടാമത്തെ സംഖ്യ എത്ര? കുഞ്ഞുങ്ങളെ, നമ്മൾ എപ്പോഴും പറയുന്നതാണ് 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും അവരുടെ LCMവും HCFും തമ്മിൽ ഗുണിക്കുന്നതും ഒന്ന് തന്നെയാണ്. കുഞ്ഞുങ്ങളെ, 2 സംഖ്യകളുടെ ഗുണനഫലവും അവരുടെ LCMവും HCFും തമ്മിൽ ഗുണിക്കുന്നതും ഒന്ന് തന്നെയാണ്. ഇതൊരു ഇക്വേഷനായിട്ട് പറഞ്ഞാൽ N1 × N2 = LCM × HCF. ഒന്നോടെ N1 × N2 = LCM × HCF. N1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സംഖ്യ, N2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യ, LCM ലസാഗു, HCF ഉസാഗ. ഇവിടെ N1 ഒന്നാമത്തെ സംഖ്യ നമ്മളോട് പറയുന്നു 12 ഇൻറ്റു രണ്ടാമത്തെ സംഖ്യയാണ് കാണണ്ടേ, അതുകൊണ്ട് ഞാൻ N2 എന്ന് തന്നെ കൊടുത്തു. LCM ലസാഗു നമുക്ക് തന്നിട്ടുണ്ട് 60 ഇൻറ്റു HCF ഉസാഖ നമുക്ക് തന്നിട്ടുണ്ട് 3. അങ്ങനെയാണ് N2 കാണാൻ. ഇവിടെ ഓൾറെഡി ഒരു 60 × 3 ഉണ്ട്. ഈ 12 അവിടെ പോയി ഡിവിഷൻ ആവും. കാര്യം ഒരു ഇൻറ്റു 12 അവിടെ സമചിഹ്നത്തിന് അപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ 12 ആവും. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഗുണിച്ചിട്ട് ഹരിക്കാം. നിങ്ങൾക്കറിയാം 60ഉം 12ഉം 12 കൊണ്ട് വെട്ടാം. അതായത് 60നെയും 12നെയും നമുക്ക് 12 കൊണ്ട് ഹരിക്കാം. ഒരു 12 12, 12 5 60. 5ഉം 3 ഗുണിച്ച് നമ്മുടെ ഉത്തരം 15 എന്ന് പറയാം. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ.
ഇക്വേഷൻ ഒന്നുകൂടെ പറയുന്നു. n1 ഇൻറ്റു n2 ഈക്വൽ ടു LCM ഇൻറ്റു HCF. n1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സംഖ്യ 12, n2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യ നമുക്ക് അറിയത്തില്ല, LCM ക്വസ്റ്റ്യനിൽ 60 ഇൻറ്റു HCF 3. അപ്പോൾ n2 ആണ് കാണേണ്ടി. അത് കാണാൻ ഇവനെ അവിടെ വിട്ടു, ഡിവിഷൻ 12 ആയി, ഉത്തരം 15. ഇനി കുറേ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനൊരു ഷോർട്ട് കട്ടും കൂടെ പറയുന്നുണ്ട്. ഇടയിൽ രണ്ട് സംഖ്യകളുടെ LCO HCFും ഒരു സംഖ്യയും തന്നിട്ട് മറ്റേ സംഖ്യ കാണാൻ LCMവും HCFും കൂടെ ഗുണിക്കുക. LCM 60, HCF 3. തന്നിരിക്കുന്ന സംഖ്യ എടുത്ത് ഹരിക്കുക. കാര്യം ഈ സ്റ്റെപ്പാണ്, ഒറ്റ സ്റ്റെപ്പായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. രണ്ട് സംഖ്യകളുടെ LCOവും HCFും തന്നു, ഒരു സംഖ്യ തന്നു, മറ്റേ സംഖ്യ കാണാൻ LCM HCF ഗുണിക്കുക, തന്നിരിക്കുന്ന സംഖ്യ ഹരിക്കുക. LCM HCF ഗുണിക്കുക, തന്നിരിക്കുന്ന സംഖ്യ ഹരിക്കുക. LCM 60, HCF 3, അത് രണ്ടും കൂടെ ഗുണിച്ചു, തന്നിരിക്കുന്ന സംഖ്യ 12 ഹരിച്ചു. 12 5 60, 5ഉം 3 കൂടെ ഗുണിച്ചു 15. സെറ്റാണ്. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. റൂട്ട് ഓഫ് 15ന്റെ സ്ക്വയർ പ്ലസ് 12ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12 എത്ര എന്നതാണ് ചോദ്യം. കുഞ്ഞുങ്ങളെ, ഈ ചോദ്യം നമ്മൾ രണ്ട് രീതി ചെയ്യാം. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഈ അകത്ത് കിടക്കുന്ന സാധനത്തിൻ്റെ എല്ലാം വാല്യൂ കണ്ടുപിടിച്ച് വേണമെങ്കിൽ റൂട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ വന്നിട്ടുള്ള സംഖ്യകളെന്ന് പറയുന്നത് 15ഉം 12ഉമാണ് കൂടുതലും. ആലോചിച്ച് നോക്ക്, 15ഉം 12ഉമാണ് ഇവിടെ കൂടുതലും വന്നിട്ടുള്ള സംഖ്യകൾ. അങ്ങനെയാണ് 15നെ നമുക്ക് A എന്നും 12നെ നമുക്ക് B എന്നും വിളിച്ചാൽ ഈ റൂട്ടിൽ കിടക്കുന്ന ആദ്യത്തെ സാധനം A² ആണ്, പ്ലസ് 12ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ B² ആണ്, മൈനസ് 2 ഇൻറ്റു 15 ഗുണം 12. 15 Aയും 12 Bയും ആണെങ്കിൽ 2AB എന്ന് വന്നു. അപ്പൊ ഈ സാധനം ഇപ്പോൾ A² പ്ലസ് B² മൈനസ് 2AB എന്ന് പറയുന്ന ഫോമിലാണ് അകത്ത് കിടക്കുക. റൂട്ട് ഓഫ് പറ A² പ്ലസ് B² മൈനസ് 2AB. ആലോചിച്ചു നോക്ക് മക്കളെ, ഈ ഒരു സാധനം A മൈനസ് B ദ ഹോൾ സ്ക്വയറാ. ആലോചിച്ച്, നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് A മൈനസ് B ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് A² മൈനസ് 2AB പ്ലസ് B² ആണ്. അതുപോലെ തന്നെ A പ്ലസ് B ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് A² പ്ലസ് 2AB പ്ലസ് B² ആണ് എന്ന് പണ്ട് മുതലേ നമുക്കറിയാം. A പ്ലസ് B ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A² പ്ലസ് 2AB പ്ലസ് B² ആണ്. A മൈനസ് B ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A² പ്ലസിന് പകരം മൈനസ് 2AB പ്ലസ് B² ആണ് എന്ന് പണ്ട് മുതലേ നമുക്കറിയാവുന്ന കാര്യമാണ്, ഡൗട്ടൊന്നുമില്ല. അപ്പം ഇവിടെ A² പ്ലസ് B² മൈനസ് 2AB എന്ന ഫോമിലാ കിടക്കുക. അപ്പൊ കുറച്ചു പേരെങ്കിലും ചിന്തിക്കും, അങ്ങനെ കിടന്നാൽ പറ്റൂലല്ലോ, A² മൈനസ് 2AB പ്ലസ് B² എന്ന് കിടക്കണ്ടേ. ഇതിനെ ഒന്ന് തിരിച്ചെഴുതി അതേണ്ട ഈ സാധനം ആവത്തില്ലേ. A² ഈ മൈനസ് 2AB ആദ്യം വന്നു, പ്ലസ് B². ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ആലോചിച്ചു നോക്ക്, ഇപ്പൊ 5 പ്ലസ് 2 എന്ന് എഴുതിയാലും 2 പ്ലസ് 5 എന്ന് എഴുതിയാലും ഒരേ വാല്യൂ തന്നെയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നല്ലേ ഉള്ളൂ. ആലോചിച്ചു നോക്ക്, A² പ്ലസ് B² മൈനസ് 2AB എന്ന് എഴുതിയാലും A² മൈനസ് 2AB പ്ലസ് B². കാര്യം ഇവിടെ ആദ്യം ഇത് എഴുതിയാലും പ്രശ്നമൊന്നും വരാനില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ അകത്ത് കിടക്കുന്ന സാധനം എന്ന് പറയുന്നത് A മൈനസ് B ദ ഹോൾ സ്ക്വയർ ആണ്. മക്കളെ, നമുക്ക് A മൈനസ് B ദ ഹോൾ സ്ക്വയറിന്റെ റൂട്ടാണ് വേണ്ടിയത്. മക്കളെ, സ്ക്വയറിൽ ഒരു സാധനം കിടന്നാൽ അതിന്റെ റൂട്ട് എടുക്കാന്ന് പറഞ്ഞാൽ സ്ക്വയർ കളയുക എന്നാണ്. ഇപ്പൊ 10ന്റെ സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. ഇനി 7ന്റെ സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 7 തന്നെയാ. നിങ്ങൾക്ക് വേണേ സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്ക്. 10ന്റെ സ്ക്വയർ 100 ആണ്, 100ന്റെ റൂട്ട് എടുത്താൽ 10 തന്നെ വരത്തില്ലേ. 7ന്റെ സ്ക്വയർ 49 ആണ്, 49ന്റെ റൂട്ട് എടുത്താൽ 7 തന്നെയല്ലേ. അപ്പൊ സ്ക്വയറിൽ ഒരു സംഖ്യയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്.
അപ്പൊ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി തന്നെയാണ്. ആണേ. അപ്പൊ ഇവരുടെ ഉത്തരം എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ്. നിങ്ങൾക്കറിയാം എ എന്ന് പറയുന്നത് 15 മൈനസ് ബി എന്ന് പറയുന്നത് 12. 15-ൽ നിന്ന് 12 പോയിട്ട് നമ്മുടെ ഉത്തരം പക്കാ ക്ലിയർ ആണ്, 3 ആണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഓക്കെ ആണോ? മുമ്പോട്ട് വാ. ഇങ്ങനെയാണ് ഈ സാധനം വളരെ പെട്ടെന്ന് ചെയ്യുന്നത്. ഞാൻ ഒരു വട്ടം കൂടെ ചെയ്ത് കാണിക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. കുഞ്ഞുങ്ങളെ, ഇവിടെ 15ഉം 12 റൂട്ടിൻ്റെ അകത്തിൽ ഇവിടെയും ഇവിടെയും അവിടെയും വന്നിട്ടുണ്ട്. ഈ സംഖ്യ റിപ്പീറ്റ് വരുന്നത് കൊണ്ട് 15-നെ നമുക്ക് എ എന്നും 12-നെ നമുക്ക് ബി എന്നും വിളിക്കാം. അപ്പൊ റൂട്ട് ഓഫ് 15-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 12-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ എ, 12 എന്ന് പറഞ്ഞാൽ ബി. ഈ സാധനം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറഞ്ഞാൽ മക്കളെ അത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഡൗട്ട്, എടാ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? പിന്നെ ഈ ഫോമിലല്ല, ഇത് ഒന്ന് മാറ്റിയും തിരിച്ചു എഴുതിയെന്നേ ഉള്ളൂ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എല്ലാവരും ഉണ്ട് ഇതിനകത്തിൽ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ റൂട്ട് നമ്മൾ പഠിച്ചു. സ്ക്വയർ എഴുതിയ ഒരു സാധനത്തിന്റെ റൂട്ട് കാണാൻ സ്ക്വയർ കളഞ്ഞാ മതി. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ റൂട്ട് കാണാൻ എ മൈനസ് ബി എന്ന് മാത്രം എഴുതിയാ മതി. അപ്പൊ എ മൈനസ് ബി ആണ് ഉത്തരം. എയുടെ ഉത്തരം വാല്യൂ 15, ബിയുടെ വാല്യൂ 12. 15-ൽ നിന്ന് 12 പോയിട്ട് നമ്മുടെ ഉത്തരം 3 ആണ് എന്ന് പറയാം. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്തില്ലേ പോലും ഇതിന്റെ ഉത്തരം കിട്ടും. റൂട്ട് ഓഫ് 15-ന്റെ സ്ക്വയർ ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് കഴിഞ്ഞാൽ ഓഫ് അല്ലേ ഓർഡർ ചെയ്യണമെന്നാ. ഈ സ്ക്വയർ, ക്യൂബ്, സ്ക്വയർ റൂട്ട് അങ്ങനെയൊക്കെ ഉള്ളത് ആദ്യം ചെയ്യണമെന്നാണ്. അപ്പൊ ഇതിന്റെ 15-ന്റെ സ്ക്വയർ 225 പ്ലസ് 12-ന്റെ സ്ക്വയർ 144 മൈനസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12. സ്ക്വയർ അങ്ങ് ആദ്യം മാറ്റി. ഇനി ബോഡ്മാസ് റൂൾ പ്രകാരം പ്ലസും മൈനസും ഇൻറ്റു ഉണ്ട്. നമ്മൾ ആദ്യം ഇൻറ്റു ചെയ്തു. ഈ ഇൻറ്റു കംപ്ലീറ്റ് ആയിട്ട് ബോഡ്മാസിൽ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം അത് ചെയ്യുമ്പോൾ 15 12 180, 180 ഗുണം 2 360. അപ്പൊ റൂട്ട് ഓഫ് 225 പ്ലസ് 144 മൈനസ് 360. 225ഉം 144 കൂട്ടിയ 369 ആണ്. 369-ൽ നിന്ന് 360 പോയ 9 വരും. റൂട്ട് ഓഫ് 9. റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 3. ഓപ്ഷൻ എ. എങ്ങനെ ചെയ്താലും ഉത്തരത്തിലേക്ക് വരാം. അടുത്ത്, ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഒന്നുകൂടെ പറയുന്നു, ഒരു മിശ്രിതമുണ്ട്, അതിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിന്റെ അളവ് 80 മില്ലിമീറ്റർ ആയാൽ പാലിന്റെ അളവ് എത്ര? വളരെ സിമ്പിൾ. ഒരു മിശ്രിതമുണ്ട്, അതിൽ 4 ഭാഗത്ത് വെള്ളമുണ്ട്, 5 ഭാഗത്ത് പാലുണ്ട്. വെള്ളത്തിന്റെ അളവ് 80. അപ്പോഴേ നിങ്ങൾ മനസ്സിലാലോചിക്കണം, എടാ വെള്ളം എന്ന് പറയുന്നത് 4 ഭാഗം, 4 ഭാഗമാണ് 80. നമുക്ക് പാലിന്റെ അളവാ കാണണ്ടേ. പാല് എന്ന് പറയുന്നത് 5 ഭാഗം, 5 ഭാഗം എത്ര എന്നതാണ് ചോദ്യം. ഈ ചോദ്യം സിമ്പിളായി ഇത്രയേ ഉള്ളൂ. 4 ഭാഗം 80 ആണ്, 5 ഭാഗം എത്ര? ഈ സാധനം നേരെ എടുത്ത് ക്രോസ് ചെയ്യാം. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ഏത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലും 2 സൈഡിലുള്ളത് മേളിൽ ഗുണിക്കുക. 5 ഗുണം 80. ഒരു സൈഡിലുള്ളത് ഹരിക്കുക 4. 4ഉം 80 വെട്ടുമ്പോൾ 20. 20 ഗുണം 5 നമ്മുടെ ഉത്തരം 100. ഒന്നുകൂടെ പറയുന്നു, ഒരു മിശ്രിതമുണ്ട്, അതിൽ 4 ഭാഗം വെള്ളം, 5 ഭാഗം പാല്. നമ്മളോട് പറയുന്നു
വെള്ളത്തിന്റെ അളവ് 80 മില്ലി ലിറ്റർ. വെള്ളം എന്ന് പറയുന്നത് 4 ഭാഗം. മക്കളെ 4 ഭാഗമാണ് 80 മില്ലി ലിറ്റർ. അങ്ങനെയാണ് പാലിന്റെ അളവ് എത്ര? പാലെന്ന് പറയുന്നത് 5 ഭാഗം. അതെത്ര എന്നതാണ് ചോദ്യം. 4 ഭാഗം 80 ആണ്, 5 ഭാഗം എത്ര എന്നതാണ് ചോദ്യം. ഈ സാധനം നേരെ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യാനുള്ള എളുപ്പവഴി വീണ്ടും പറയുന്നു. 2 എണ്ണമുള്ളത് ഗുണിക്കുക. 5 ഗുണം 80 ബൈ 1 എണ്ണമുള്ളത് ഹരിക്കുക. ഇവിടെ 1 എണ്ണേ ഉള്ളൂ, അത് ഹരിക്കുക ബൈ 4. ഏത് ക്രോസ് മൾട്ടിപ്ലിക്കേഷന് 2 എണ്ണമുള്ളത് മേളിൽ ഗുണിക്കുക, ഒരു സൈഡിലുള്ളത് താഴെ ഹരിക്കുക. 80 4 ഹരിക്കുമ്പോൾ 20 വരും. 20 ഗുണം 5, നമ്മുടെ ഉത്തരം 100. ഇനി അതല്ല, ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. 4 80 ആവാൻ 20 കൊണ്ട് ഗുണിക്കണം. 4 ഗുണം 20 ആണ് 80. ഇതേ 20 തന്നെ താഴെ ഗുണിച്ചാൽ 5 ഗുണം 20 100 എന്ന് മനസ്സിലാവും. പിന്നെ എല്ലായ്പ്പോഴും ഇത് ഓർക്കണമെന്നില്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഓൾവേസ് നടക്കും. 100 മില്ലി ലിറ്റർ ആണ് ഉത്തരമായി വരിക. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഇനി 4 ഭാഗം 80 ആണ്, 1 ഭാഗം 80 ബൈ 4 ആണ്. അതിനെ 5 ഭാഗമാക്കാൻ ഇൻറ്റു 5, ആ ഒരു കൺസെപ്റ്റ് പ്രകാരം ചെയ്യുന്നവരുണ്ട്. ഏത് രീതി കൂടെ ചെയ്താലും 100 മില്ലി ലിറ്റർ ആണ് ഉത്തരം. അടുത്ത ചോദ്യം ബോർഡ് മാസുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ബ്രാക്കറ്റിൻ്റെ അകത്തില് 30 ഇൻറ്റു 10 ഡിവിഷൻ വീണ്ടും ബ്രാക്കറ്റിൻ്റെ അകത്തിൽ 10 മൈനസ് 2 ഇൽ നിന്ന് 20 കുറച്ചാൽ എത്ര? അതായത് ഈ ഒരു സാധനത്തിൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും എന്നതാണ് ചോദ്യം. ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ഈ ഒരു സാധനത്തിൽ നിന്ന് 20 കുറച്ചാൽ എന്ത് കിട്ടും എന്നതാണ് ചോദ്യം. അപ്പം നമുക്ക് ആദ്യം ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താണോ അത് സോൾവ് ചെയ്യാം. ബ്രാക്കറ്റിൻ്റെ അകത്ത് നോക്കൂ, 32 ഇൻറ്റു 10 സർക്കിൾ ബ്രാക്കറ്റിൻ്റെ അകത്തിൽ ഡിവിഷൻ 10 മൈനസ് 2. ഓക്കെ, ഈ ഒരു സാധനത്തിൽ നിന്നാണ് 20 കുറയ്ക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു സാധനം എത്ര നോക്കാം. ഇവിടെയും ബ്രാക്കറ്റും ഉണ്ട്, ഇൻറ്റും ഉണ്ട്, ഡിവിഷനും ഉണ്ട്. ഇവിടെയും നമ്മൾ ബോർഡ് മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം അത് സോൾവ് ചെയ്യാം. ഇവിടെ 2 ബ്രാക്കറ്റ് ഉണ്ട്, ഇതും ബ്രാക്കറ്റാണ്, ഇതും ബ്രാക്കറ്റാണ്. ഇത് സോൾവ് ചെയ്യാം. 32 ഗുണം 10 മക്കളെ 320. 10 മൈനസ് 2 മക്കളെ 8. അപ്പോൾ ഈ സാധനം 320 ഡിവിഷൻ 8 ആയി. മക്കളെ 320 ഡിവിഷൻ 8 ആയി ഈ സാധനം. ഇനി 320നെ 8 കൊണ്ട് ഹരിക്കുക. 320നെ 8 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ 4 32 40 വരും. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞുങ്ങളെ 40 വന്നു. ഇനി നമ്മളോട് ഇതിൽ നിന്ന് 20 കുറച്ചാൽ എത്ര കിട്ടും? അതായത് 40ൽ നിന്ന് 20 കുറയ്ക്കാനാ പറയുന്നത്. 40ൽ നിന്ന് 20 കുറച്ചാൽ നമ്മുടെ ഉത്തരം 20 ആണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ നമ്മളോട് ആദ്യം ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് 20 കുറയ്ക്കണം. അപ്പൊ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ബോർഡ് മാസ് റൂൾ പ്രകാരം ആദ്യം നമ്മൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്തു. ഇത് 320, ഇത് 8. 320 ഡിവിഷൻ 8. 320നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് പറയാം 40. ഇത് 40 ആണ്. 40ൽ നിന്ന് 20 കുറയ്ക്കണം. 40ൽ നിന്ന് 20 കുറച്ചാൽ 20 ആണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അടുത്ത് 6.4 ദ ഹോൾ സ്ക്വയർ മൈനസ് 3.6 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2.8 എത്ര എന്നതാണ് ചോദ്യം. ഇതും വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. പക്ഷെ ഏറ്റവും ലാസ്റ്റിൽ 10th പ്രിലിംസിന്റെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞതാണ്, 2 സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ടൊരു സാധനം വന്നാൽ അത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ നോക്കൂ, 2 സംഖ്യകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ടാണ് കിടക്കുക. 6.4ന്റെ സ്ക്വയർ മൈനസ് 3.6ന്റെ സ്ക്വയർ. കുഞ്ഞുങ്ങളെ 2 സംഖ്യകളുടെ സ്ക്വയറിന്റെ വ്യത്യാസമായി കിടന്നാൽ ഓർത്തു വെച്ചോളുക, അത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. മക്കളെ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ
അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഒന്നുകൂടെ പറയുന്നു, രണ്ട് സംഖ്യകളുടെ സ്ക്വയറിന്റെ വ്യത്യാസമായി കടന്നാൽ ഓർത്തു വെച്ചോളുക, അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടെ 6.4 സ്ക്വയറ് മൈനസ് 3.6 സ്ക്വയർ എന്നാ കിടക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് എ സ്ക്വയർ, ഇത് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്ന് പറഞ്ഞാൽ 6.4 പ്ലസ് 3.6 ഇൻറ്റു 6.4 മൈനസ് 3.6 ഡിവിഷൻ 2.8. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 6.4 3.6 കൂടെ കൂട്ടി നോക്കൂ, 10 കിട്ടും. 6 3 9, 0.4 0.6 കൂടെ കൂട്ടിയാ 1, അങ്ങനെ 10 ഇൻറ്റു 6.4 നിന്ന് 3.6 കുറച്ചു നോക്കൂ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2.8 ആയിരിക്കും. വേണേ സംശയം ഉണ്ടെങ്കിൽ കുറയ്ക്കാം. 6.4 3.6, ഇവിടുന്ന് ഒരാളെ കടം കൊടുത്തു 5, ഇത് 14. 14 നിന്ന് 6 പോയാൽ 8, 2.8. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ 2.8. ഈ 2.8 2.8 ക്യാൻസൽ ആയി. സോ നമ്മുടെ ഉത്തരം 10. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഒരു വട്ടം കൂടെ പെട്ടെന്ന്, 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ. ഇത് സ്ക്വയറുകളുടെ വ്യത്യാസമായി കിടക്കുമ്പോഴേ ഓർത്തോളുക, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ എ 6.4, 6.4 പ്ലസ് 3.6 എ പ്ലസ് ബി ഇൻറ്റു 6.4 മൈനസ് 3.6 ഡിവൈഡഡ് ബൈ 2.8. 6.4 നിന്ന് 3.6 കൂട്ടുമ്പോൾ 10 ഇൻറ്റു 6.4 നിന്ന് 3.6 കുറച്ചാൽ 2.8 ഡിവൈഡഡ് ബൈ 2.8 വെട്ടിക്കളഞ്ഞു. നമ്മുടെ ഉത്തരം 10. ഓപ്ഷൻ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: 16.3 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ കുഞ്ഞുങ്ങളെ, ഒരു സമഭുജ ത്രികോണമുണ്ട്. ഈ സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, വാക്ക് സൂചിപ്പിക്കുന്ന പോലെ സമഭുജം, എല്ലാ വശങ്ങളും തുല്യമാണ്. അതിലൊരു വശത്തിൻ്റെ നീളം നമ്മളോട് പറയുന്നു 16.3. ഇനി കുഞ്ഞുങ്ങളെ, ഒരു സമചതുരമുണ്ട്. ഈ സമചതുരം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം, എല്ലാ വശങ്ങളും തുല്യമായ ചതുരം. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം നമ്മളോട് പറയുന്നു 12.1. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇവരുടെ ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നതാണ് ചോദ്യം. ഓക്കെ, അതായത് ഇതിൻ്റെ ചുറ്റളവും ഇതിൻ്റെ ചുറ്റളവും, ഒരു സമഭുജ ത്രികോണമുണ്ട്, എല്ലാ വശവും തുല്യമായ ത്രികോണം, അതിൻ്റെ ചുറ്റളവും ഒരു സമചതുരമുണ്ട്, ആ സമചതുരത്തിൻ്റെ ചുറ്റളവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നതാണ് ചോദ്യം. ഓക്കെ, ഇനി അത്യാവശ്യം ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഇക്വേഷൻ ഒന്നും കാണാതെ അറിഞ്ഞില്ലേ പോലും ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. കാര്യം, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ ചുറ്റിനുമുള്ള അളവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സമഭുജ ത്രികോണം, അതിൻ്റെ ഒരു വശമെന്ന് പറയുന്നത് 16.3 ആണ്. അപ്പോൾ അതിൻ്റെ ചുറ്റളവെന്ന് പറയുമ്പോൾ ഞാൻ ഈ വരയ്ക്കുന്നത് നോക്കുക, ഈ 3 ചുറ്റിനുമുള്ള അളവാണ് ചുറ്റളവ്, ചുറ്റിനുമുള്ള അളവ്. അപ്പോൾ ഒരു വശം 16.3 ആണെങ്കിൽ ഇതേപോലെ 3 വശത്തിൻ്റെയും കൂടെ അളവെന്ന് പറഞ്ഞാൽ 3 ഗുണം 16.3. ഇക്വേഷനായിട്ടൊക്കെ ഓർക്കുവാണെങ്കിൽ 3a എന്നോർക്കാം. കാര്യം ഒരു വശം എ ആണ്, ഇവിടെയും എ ഇവിടെയും എ, 3a എന്നോർക്കാം. ഒരു വശം 16.3 ആണ്. 3 വശം കൂടെ വരുമ്പോഴാണ് ചുറ്റളവാവുന്നത്. 3 വശം കൂടെ എത്രയാന്ന് ചോദിച്ചാൽ 3 ഇൻറ്റു 16.3. 16.3 16 480 9. അപ്പൊ 13 163 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 489 വരും.
ഇവിടെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് മക്കളെ 48.9 എന്ന് വന്നു. അപ്പോൾ ഇവിടുത്തെ ചുറ്റളവ് 48.9 ഇനി ഇവരുടെ ചുറ്റളവ് കാണണം. ഇതൊരു സമചതുരമാണ്. അപ്പൊ ചുറ്റളവെന്ന് പറഞ്ഞാൽ ചുറ്റിനുമുള്ള അളവ്, ചുറ്റിനും ഓടി നടന്നെടുക്കുന്ന അളവ്. ചുറ്റിനും ഓടി നടന്നെടുക്കുമ്പോൾ ഇവിടെ 12.1, അങ്ങനെ 4 സൈഡിലും 12.1, 4 ഗുണം 12.1 ഓക്കെ ആണോ? 4 ഗുണം ഇത് ഇക്വേഷനായിട്ടൊക്കെ ഓർക്കുവാണെങ്കിൽ നമുക്ക് സമചതുരത്തിന്റെ ചുറ്റളവെന്ന് പറഞ്ഞാൽ 4a എന്നോർക്കാം. കാര്യം ഒരു വശം എ ആണെങ്കിൽ 4 വശം എന്ന് പറയുന്നത് എ 4a. ഇവിടെ ഒരു വശം 12.1 ആണെങ്കിൽ 4 വശം 4 × 12.1 12, 120 × 4 480, 1 × 4 4. അപ്പോൾ 4ഉം 121 മൾട്ടിപ്ലൈ ചെയ്താൽ 484 വന്നു. ഇവിടെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഉണ്ടായതുകൊണ്ട് നമ്മളും ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. അപ്പൊ 48.4 ഇവരുടെ ചുറ്റളവ് എന്ന് മനസ്സിലാവും. അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 48.9, സമചതുരത്തിന്റെ ചുറ്റളവ് 48.4. നമുക്ക് വേണ്ടിയത് ഇവര് തമ്മിലുള്ള വ്യത്യാസം 48.9ഉം 48.4 വ്യത്യാസം 4 കുറയ്ക്കുക. ഇത് രണ്ടുകൂടെ കുറയ്ക്കുമ്പോൾ നമ്മുടെ ഉത്തരം 0.5 മീറ്റർ ആണ് എന്ന് നമുക്ക് പറയാം. 0.5 മീറ്റർ. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഒരു വട്ടം കൂടെ പെട്ടെന്ന് പിടിക്കും മക്കളെ. ഒരു സമഭുജ ത്രികോണമുണ്ട്. സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം 16.3. അവരുടെ ചുറ്റളവ് വേണം. ചുറ്റിനുമുള്ള അളവ് ഒരു വശമേ ആണ് 3 വശം 3a. ഒരു വശം 16.3 ആണ്, 3 വശം 3 × 16.3. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ 163 3 മൾട്ടിപ്ലൈ ചെയ്താൽ 489. ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഉണ്ടായതുകൊണ്ട് നമ്മളും ഇട്ടു 48.9. ത്രികോണത്തിന്റെ ചുറ്റളവ് 48.9. ഇനിയും ഒരു സമചതുരമുണ്ട്. അതിന്റെ ഒരു വശം 12.1 ആണ്. അങ്ങനെയാണ് 4 വശത്തിൻ്റെയും കൂടെ ചുറ്റളവ് 4a. 4 × 12.1 121 × 4 ചെയ്തു. 121 × 4 ചെയ്താൽ 484. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു 48.4. ഇത് ത്രികോണത്തിന്റെ ചുറ്റളവ്, ഇത് സമചതുരത്തിന്റെ ചുറ്റളവ്. ഇവര് തമ്മിലുള്ള വ്യത്യാസം കാണാൻ 48.9ഉം 48.4 കുറച്ചു നോക്കൂ. നമ്മുടെ ഉത്തരം 0.5. ചോദ്യം സെന്റിമീറ്ററിൽ ആയതുകൊണ്ട് നമ്മുടെ ഉത്തരം 0.5 സെന്റിമീറ്റർ. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അടുത്ത് എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. അതായത് നോട്ടിൽ നമ്പറുണ്ട്. ഇപ്പോൾ 1050 ആണെങ്കിൽ അടുത്ത 51, 52 ഇങ്ങനെ ക്രമമായ നോട്ടിലെ നമ്പർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ 60 10 രൂപ നോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575 ആണെങ്കിൽ അവസാനത്തെ നോട്ടിൻ്റെ നമ്പർ എത്ര? സെറ്റാണ്. സിമ്പിൾ ചോദ്യമാണ്. അതായത് എൻ്റെ കയ്യിൽ ഒരു 10 രൂപ നോട്ടുണ്ട്. അതിൽ ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575 ആണ്. അങ്ങനെയാണ് അവസാന നോട്ട്. അപ്പോൾ അടുത്ത നോട്ടിൻ്റെ നമ്പർ എത്ര ആയിരിക്കും? 7576, അടുത്ത 7577 ഇങ്ങനെ പോകും. അപ്പോൾ അവസാനത്തെ നോട്ടിൻ്റെ നമ്പർ കാണാൻ ഇതിൻ്റെ കൂടെ 59 കൂട്ടിയാൽ മതി. അപ്പം നിങ്ങൾ ആലോചിക്കും, അതെങ്ങനെ 59? 60 അല്ലേ? അല്ല, എൻ്റെ കയ്യിൽ ഒരേ ക്രമനമ്പറുള്ള 60 നോട്ടുണ്ട്. ആ 60 നോട്ടിൽ ഒന്നാമത്തെ നോട്ടിൻ്റെ നമ്പർ ഇതാണ്. ഇനി 59 നോട്ടും കൂടെയാണ് എൻ്റെ കയ്യിലുള്ളത്. കാര്യം ഒന്നാമത്തെ നോട്ടിൻ്റെ നമ്പർ ഇതാണ്. ഇനി 59 നോട്ടുകൂടെ ഉള്ളൂ. കാര്യം ഇത് 60 ആവണമെങ്കിൽ ഇനി 59 നോട്ടുകൂടെ ഉള്ളൂ. അപ്പം ലാസ്റ്റ് നോട്ടിൻ്റെ നമ്പർ കാണാൻ ഇതിനി 59 കൂട്ടിയാൽ മതി. കാര്യം ഒന്നാമത്തേത് ഇതാ. ഇനി 59 കൂടെ നമ്മുടെ കയ്യിലുള്ളൂ. ഇതിൻ്റെ കൂടെ 59 കൂട്ടുമ്പോൾ 4, 7 5 12 1 13,
എത്ര വന്നു? 5 സോറി 7 13 6 7634 നമ്പർ. 7634. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. സെറ്റ് ആണ്. മുമ്പോട്ട് പോവാം. ഈ ചോദ്യം എല്ലാവരും ചെയ്യാൻ പോകുന്നത് മോസ്റ്റ്ലി ഇങ്ങനെ ആയിരിക്കും. 7575 ആണ് ആദ്യത്തെ നമ്പർ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ കൂടെ 60 കൂട്ടി വെക്കും എല്ലാവരും. അങ്ങനെയല്ല, 60 കൂട്ടിയ ഉത്തരവും ഇതിൻ്റെ അകത്തിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ നമ്പർ അല്ലെങ്കിൽ ആദ്യത്തെ നോട്ടിന്റെ നമ്പർ 7575, അടുത്ത നോട്ടിന്റെ നമ്പർ 7576 സീരിയൽ നമ്പർ. അങ്ങനെ 60 നോട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ ആദ്യത്തെ നോട്ടിന്റെ നമ്പർ ഇതാണെങ്കിൽ ഇനി എൻ്റെ കയ്യിൽ ആദ്യത്തേതിൻ്റെ എണ്ണി 60 നോട്ടേ എൻ്റെ കയ്യിലുള്ളൂ. ഒന്നാമത്തേത് ഇതാ. ഇനി 59 നോട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ ലാസ്റ്റ് നോട്ടിന്റെ നമ്പർ സീരിയൽ നമ്പർ കാണാൻ ഇതിന്റെ കൂടെ 59 കൂട്ടണം. 59 കൂട്ടി നോക്കൂ. നമ്മുടെ ഉത്തരം 7634 ആണ്. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. വിട്ടുപോയ സംഖ്യ ഏത്? സീരീസ് കംപ്ലീഷൻ ആണ്. വളരെ സിമ്പിളായ ചോദ്യം. 1 5 11 19 29 -55. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ പോകുന്നതാണെങ്കിൽ ഇവരുടെ വ്യത്യാസം എടുക്കും. അതായത് ഇവിടെ തന്നെ 1 5 11 19 ചെറിയ ചെറിയ സംഖ്യകളായിട്ടാണ് പോകുന്നത്. വലിയ വലിയ സംഖ്യകളായിട്ട് പോയാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഒരു സംഖ്യ കഴിഞ്ഞ് ഒരു 10 30 സംഖ്യ കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പ് വരുന്നൊരു സംഖ്യയാണ്, അവരുടെ സ്ക്വയറും ക്യൂബും ഒക്കെ നോക്കണമെന്ന്. ഇവിടെ 1 5 പിന്നെ 11 ചെറിയ ചെറിയ ഗ്യാപ്പാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ ഗ്യാപ്പ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. 1 5 1 5 ആവണമെങ്കിൽ 4 കൂടി. 5 11 5 11 ആവണമെങ്കിൽ 6 കൂടി. 11 19 19 ആകണമെങ്കിൽ 8 കൂടി. 19 29 10 കൂടി. വളരെ സിമ്പിളാണ്. ആദ്യം 4 കൂടി, 6 കൂടി, 8 കൂടി, 10 കൂടി. അപ്പൊ സ്വാഭാവികമായും അടുത്തത് 12 കൂടണം. 29 നിന്ന് 12 കൂടിയാൽ നമ്മുടെ ഉത്തരം 41. കുഞ്ഞുങ്ങളെ 41 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഇനി നമ്മൾ ചെയ്തത് ശരിയാണോ എന്നറിയാം. വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചെയ്യണ്ട, വേണമെങ്കിൽ അടുത്തോട് നമ്മൾ നോക്കാം. അടുത്ത സ്വാഭാവികമായിട്ടും 14 ആണ് കൂടേണ്ടി. 41 നിന്ന് 14 കൂടിയാൽ 55. അതല്ലേ കറക്റ്റായിട്ട് വന്നില്ലേ? 4 കൂടി, 6 കൂടി, 8 കൂടി, 10 കൂടി. സ്വാഭാവികമായിട്ടും 12 കൂടണം. 29 നിന്ന് 12 കൂടി. നമ്മുടെ ഉത്തരം 41 ഡി. അടുത്തത് കോഡിങ്ങുമായി ബന്ധപ്പെട്ട വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഫയൽ FILE, ഫയൽ എന്നത് UROV എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സോർ SOUR, സോർ എന്നതിനെ എങ്ങനെ എഴുതാം? അതായത് ഫയലിന്റെ കോഡ് UROV എന്നാണെങ്കിൽ സോറിന്റെ കോഡ് എന്താ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇതെങ്ങനെ ചെയ്യും? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനമുണ്ട്. എന്തായാലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. F എന്ന് പറയുന്നത് 6ാമത്തെ അക്ഷരമാണ്. മറ്റേ U എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 21ാമത്തെ അക്ഷരമാണ്. എന്തായാലും ആ ഒരു രീതിയിൽ 6 21 ആവണമെങ്കിൽ 15 കൂടണം. ഇനി I എന്ന് പറയുന്നത് 9ാമത്തെ അക്ഷരമാണ്. L എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 12ാമത്തെയാണ്. അങ്ങനെ നമുക്ക് ഈ കൂടി കുറഞ്ഞു എന്നുള്ള റിലേഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അത്യാവശ്യം ഗ്യാപ്പ് വരുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു കോഡും അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു കോഡും, അതായത് ഇവിടെ നിന്നുള്ള സംഖ്യ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു കോഡും അതിൻ്റെ സംഖ്യയും ഉണ്ടാവും. അതായത് F എന്ന് പറയുന്നത് 6ാമത്തെ അക്ഷരമാണ് അവിടുന്ന് എഴുതുമ്പോൾ. ആലോചിച്ച് നോക്ക്. F എന്ന് പറയുന്നത് 6ാമത്തെ അക്ഷരമാണ് ഇവിടുന്ന് അങ്ങോട്ട് എഴുതുമ്പോൾ. Aക്ക് 1, Bക്ക് 2, Cക്ക് 3, Dക്ക് 4, Eക്ക് 5, Fന് 6. അവിടെ നിന്ന് തിരിച്ചെണ്ണുമ്പോൾ U എന്ന് പറയുന്നത് 6ാമത്തെ അക്ഷരമാണ്. നോക്ക്, അതിനാ ഞാൻ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. Z1, Y2, X3, W4, V5, U6. അപ്പോൾ എക്ക് പകരം Z എഴുതാം.
ഇസഡിന് പകരം എ എഴുതാം. കാര്യം എ അവിടുന്നൊന്ന് എ ഇവിടുന്നൊന്ന് ഇസഡ് അവിടുന്നൊന്ന്. ബിക്ക് പകരം വൈ കോഡായിട്ടാക്കാം. കാര്യം ഇവിടെ നിന്ന് രണ്ടാമത്തെ അക്ഷരം ബി ആണ്, അവിടെ നിന്ന് രണ്ടാമത്തെ അക്ഷരം വൈ ആണ്. ആ രീതിയിലാണ് അവർ കോഡ് എഴുതിയിരിക്കുന്നത്. എഫ് ഇവിടുന്ന് 6, അപ്പോൾ അവിടുന്ന് ആറാമത്തെ ആളെന്ന് പറയുന്നത് യു. ഐ എന്ന് പറയുന്നത് ഇവിടുന്ന് 9, അപ്പോൾ അവിടുന്ന് 9ാമത്തെ ആളെന്ന് പറയുന്നത് 6. എൽ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 12, അപ്പോൾ അവിടെ നിന്ന് 12ാമത്തെ ആളെന്ന് പറയുന്നത് ഓ. ഇ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 5, അപ്പോൾ അവിടെ നിന്ന് 5ാമത്തെ ആളെന്ന് പറയുന്നത് ബി. കണ്ടോ, ഇങ്ങനെയാണ് കോഡ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ ചോദ്യം ചെയ്യാനായിട്ട് ഈ ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ചോദ്യം എടുക്കാം. കാര്യം എല്ലിന് അങ്ങോട്ടുള്ള കോഡ് ഓ ആണ്, അപ്പോൾ ഓയുടെ കോഡ് എല്ലു ആയിരിക്കും. അപ്പം ഇവിടെ ഓ വന്നെങ്കിൽ ഇതിന് നേരെ വരാൻ പോകുന്നത് എല്ലായിരിക്കും. കാര്യം തിരിച്ചും മറിച്ചുമാണ് കോഡ് കിടക്കുന്നതെങ്കിൽ എയ്ക്ക് ഇസഡ് ആണ് കോഡെങ്കിൽ ഇസഡിന് എ ആയിരിക്കും, ബിക്ക് വൈ ആണ് കോഡെങ്കിൽ വൈക്ക് ബി ആയിരിക്കും. അപ്പം എല്ലിന് ഓ ആണ് കോഡെങ്കിൽ ഓയുടെ കോഡ് എല്ലായിരിക്കും. അങ്ങനെ ഓയുടെ കോഡ് എല്ല് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഇതിൻ്റെ അകത്തിൽ, ഓപ്ഷൻ ബി. ഈ ചോദ്യം വളരെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഇനി ഈ ചോദ്യം വളരെ പ്രോപ്പറായി ചെയ്യുന്നത് ഞാൻ കാണിക്കാം. കാര്യം എല്ലാ ചോദ്യവും ഓപ്ഷനിൽ നിന്ന് വരണമെന്നില്ലല്ലോ. അപ്പൊ ഇവിടെ നിന്ന് 6ാമത്തെ അക്ഷരം എഫ്, അവിടെ നിന്ന് 6ാമത്തെ അക്ഷരം യു, ഇവിടെ നിന്ന് 9ാമത്തെ അക്ഷരം ഐ, അവിടെ നിന്ന് 9ാമത്തെ അക്ഷരം ആർ, ഇവിടെ നിന്ന് 12ാമത്തെ അക്ഷരം എൽ, അവിടെ നിന്ന് 12ാമത്തെ അക്ഷരം ഒ, ഇവിടെ നിന്ന് 5ാമത്തെ അക്ഷരം ഇ, അവിടെ നിന്ന് 5ാമത്തെ അക്ഷരം വി. അങ്ങനെയാണ് എസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 19ാമത്തെ അക്ഷരമാണ്, അപ്പോൾ അവിടെ നിന്ന് 19ാമത്തെ അക്ഷരം എച്ച്. ഇനി ഒ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 15ാമത്തെ അക്ഷരം, അവിടെ നിന്ന് 15ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് എൽ. യു എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 21ാമത്തെ അക്ഷരം, അവിടെ നിന്ന് 21ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് എഫ്. ഇനി ആർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 18ാമത്തെ അക്ഷരം, അപ്പോൾ അവിടെ നിന്ന് 18ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഐ. അപ്പം നമ്മുടെ ഉത്തരം എച്ച് എൽ എഫ് ഐ ആണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇനി ഞാൻ എല്ലാവരോടും ഒരു കാര്യം കൂടെ പറയട്ടെ. അവിടെ നിന്നും ഇവിടെ നിന്നും ഉള്ള കോഡ് പെട്ടെന്ന് എടുക്കാനായിട്ട് ഒരു ടെക്നിക്ക് ഞാൻ പറയട്ടെ. അതായത് ഈ അവിടെ നിന്നും ഇവിടെ നിന്നും ഉള്ള ആളുകളെ കൂട്ടുമ്പോൾ 27 കിട്ടും. ഒന്നുകൂടെ പറയുന്നു, അവിടെ നിന്നുള്ള കോഡും ഇവിടെ നിന്നുള്ള കോഡും കൂടെ കൂട്ടുമ്പോൾ 27 കിട്ടും എന്ന് ആലോചിക്കുക. ഒന്നുകൂടെ പറയുന്നു, ഇവിടെ നിന്നുള്ള കോഡും അവിടെ നിന്നുള്ള കോഡുകളുടെ നമ്പറുകളെ കൂട്ടുമ്പോൾ 27 കിട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എഫ് 6 ആണ്. എഫ് 6, ഓക്കെ. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടുള്ള കോഡുകൾ അറിയാവുന്നവരാ, നമ്പറുകൾ ഏകദേശം അറിയാവുന്നവരാ. എഫ് 6. ഇനി 27 ആകണമെങ്കിൽ 21 കൂടെ വരണം. 6ഉം 21 കൂട്ടുമ്പോഴാണ് 27 ആകുക. അപ്പൊ ഇവിടെ നിന്ന് 21ാമത്തെ ആളെ എടുത്താൽ മതി, അവനായിരിക്കും ഓപ്പോസിറ്റിൽ 6ാമത്തെ ആള്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 21ാമത്തെ ആള് എന്ന് പറയുന്നത് യു ആണ്. ആലോചിച്ച് നോക്ക്, യു ആണ്. കണ്ടോ, അങ്ങനെയാ ഓപ്പോസിറ്റ് കിട്ടുക. ഇനി അപ്പൊ നമ്പർ അവിടുന്ന് ഇവിടുന്ന് നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങോട്ടുള്ള നമ്പർ മാത്രം അറിഞ്ഞാൽ മതി. ഇനി ഐ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, 9ാമത്തെ ആള്. ഇനി 9ഉം 18 കൂടെ കൂട്ടുമ്പോഴാണ് 27 ആകുക. കാര്യം കൂട്ടുമ്പോൾ 27 വരണം. അപ്പൊ 18ാമത്തെ, അങ്ങോട്ട് 18ാമത്തെ ആൾ എടുത്താൽ മതി. 18ാമത്തെ ആള് നമുക്ക് എല്ലാവർക്കും അറിയാം 6 ആണ്, അക്ഷരങ്ങൾ പഠിക്കുന്നവർക്ക്. ഇനി എൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 12ാമത്തെ ആളാ. 27 ആകണമെങ്കിൽ 12ഉം 15 കൂടെ കൂട്ടുമ്പോഴാണ് 27. അപ്പൊ 15ാമത്തെ ആളെ എടുത്താൽ മതി, അവനായിരിക്കും ഓപ്പോസിറ്റ് വരിക. 15ാമത്തെ ആള് ഓ ആണ്. ആലോചിച്ച് നോക്ക്. ഇനി ഇ എന്ന് പറയുന്നത് 5ാമത്തെ ആള്. ആലോചിച്ച് നോക്ക്. 27 ആകണമെങ്കിൽ 22 കൂടണം. 5ഉം 22 കൂടെ കൂട്ടുമ്പോഴാണ് 27 ആകുക. അപ്പൊ ഇവിടെ നിന്ന് 22ാമത്തെ ആളായിരിക്കും ഓപ്പോസിറ്റിൽ വരിക. 22ാമത്തെ ആള്, കുഞ്ഞുങ്ങളെ ഈ നമ്പർ, അങ്ങോട്ടുള്ള നമ്പർ കാണാതെ പഠിച്ചവർക്കറിയാം, 22 വി ആണ്. ഓക്കെ,
ഇനി അടുത്തത് എസ്. എസിൻ്റെ ഓപ്പോസിറ്റുള്ള ആളെ എടുക്കണം. എസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 19ാമത്തെ ആൾ, 19ാമത്തെ ആൾ 27 ആകണമെങ്കിൽ 19ഉം 8 കൂട്ടുമ്പോഴാണ് 27 ആകുക. അപ്പൊ 8ാമത്തെ ആള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എച്ച് ആണ്. ഇനി ഒ എന്ന് പറയുന്നത് 15ാമത്തെ ആള് 27 ആകണമെങ്കിൽ 12 കൂടെ ചേരണം. 15ഉം 12ഉം 27. 12ാമത്തെ ആള് എൽ ആണ്. ഇനി യു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 21ാമത്തെ ആള് 27 ആകണമെങ്കിൽ 21ഉം 6ഉം 27. അപ്പൊ ഇവിടുത്തെ 6ാമത്തെ ആള് എഫ്. ഇനി ആർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 18ാമത്തെ ആളാണ്. 18ാമത്തെ ആള് 27 ആകണമെങ്കിൽ 18ഉം 9 കൂടെ കൂട്ടുമ്പോഴാണ് 27 ആകുക. 18 അങ്ങോട്ട്. അപ്പൊ ഇവിടെ നിന്ന് 9ാമത്തെ ആള് ഐ. കണ്ടോ? ഈ ഒരു രീതിയിൽ വെച്ച് വേണമെങ്കിലും ഓപ്പോസിറ്റുള്ള ആളെ നമുക്ക് എടുക്കാം. ഈ ഒരു ഐഡിയ ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കുക. ഇവിടുന്നും അവിടുന്നും ഉള്ള കോഡുകൾ ഇതും ഓപ്പോസിറ്റുള്ള ആളൂടെ കൂട്ടുമ്പോൾ 27 വരും. ഇപ്പൊ എ 1ാമത്തെ ആള്, ഇസഡ് 26ാമത്തെ ആള്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 27 വരും. അപ്പൊ ഓപ്പോസിറ്റുള്ള അക്ഷരം എടുക്കാനായിട്ട് 27 വരത്തക്ക രീതിയിൽ ഏത് നമ്പർ വരുമോ ആ നമ്പറിലുള്ള ആളെ എടുത്താൽ മതി. ഓപ്പോസിറ്റുള്ള ആ വാക്ക് കിട്ടും. അടുത്ത ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരുമുണ്ട്. ഓക്കെ. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളും ഉണ്ട്. എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട് എന്നതാണ് ചോദ്യം. അപ്പോൾ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ അജയൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഓക്കെ. അയാൾക്കൊരു ഭാര്യയുണ്ട്. ഓക്കെ. ഇനി അയാൾക്ക് 4 ആമക്കളുണ്ട്. ഓക്കെ. ആ ആമക്കൾക്ക് ഭാര്യമാരുണ്ട്. ഓക്കെ. ഇനി ഓരോ ആമക്കും 3 വീതം ആൺപിള്ളാരും ഉണ്ട്, 2 വീതം പെൺപിള്ളാരും ഉണ്ട്. എങ്കിൽ ആ കുടുംബത്തിലെ ആണുങ്ങളുടെ എണ്ണം എത്ര? നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ആ കുടുംബത്തിൽ അജയൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അവൻ ആണാണ്. കാര്യം പേര് വെച്ച് തന്നെ അജയൻ ആണാണെന്ന് മനസ്സിലാവും. അല്ലെ തന്നെ അജയൻ ഒരു ഭാര്യ ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് ആണുങ്ങളെ മാത്രം മതി, പെണ്ണുങ്ങളെ വേണ്ട. അപ്പോൾ നമുക്ക് ആണുങ്ങളുടെ എണ്ണമാണ് വേണ്ടിയത്. അപ്പൊ അജയൻ എന്ന് പറയുന്നത് ആണാണ്, അതെടുത്തു. ഇനി അയാളുടെ ഭാര്യ പെണ്ണായോണ്ട് അത് വിട്ടു. ഇനി അയാൾക്ക് 4 ആമക്കളുണ്ട്. അപ്പൊ അജയനെ സംബന്ധിച്ച് 1, 2, 3, 4 ആമക്കളുണ്ട്. 4 ആമക്കൾ. ഓക്കെ. 1, 2, 3. ഇനി നമ്പർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അജയൻ 1, 2, 3, 4 ആമക്കളുണ്ട്. ഓക്കെ. 4 ആമക്കൾ ആൺമക്കളായി. ഇനി ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺപിള്ളാരും 2 വീതം പെൺപിള്ളാരെ നമുക്ക് വേണ്ട. അപ്പൊ ഇവന് 3 ആൺപിള്ളാരുണ്ട്, ഇവനും 3 ആൺപിള്ളാരുണ്ട്, ഇവനും 3 ആൺപിള്ളാരുണ്ട്, ഇവനും 3 ആൺപിള്ളാരുണ്ട്. ഇനി ആ കുടുംബത്തിലെ ആൺപിള്ളാരുടെ എണ്ണം, ആണുങ്ങളുടെ എണ്ണം എത്ര? അജയൻ 1, പിന്നെ 4 ആൺപിള്ളാരാകുമ്പോൾ 5, പിന്നെ ഇവന്റെ 3 ആൺപിള്ളാരാകുമ്പോൾ 8, ഇവന്റെ 3 ആൺപിള്ളാരാകുമ്പോൾ 11, ഇവന്റെ 3 ആൺപിള്ളാരാകുമ്പോൾ 14, ഇവന്റെ 3 ആൺപിള്ളാരാകുമ്പോൾ 17. അല്ലേ തന്നെ വേറൊരു രീതി ചിന്തിച്ചാൽ 4 പേർക്കും 3 ആൺപിള്ളാരുണ്ട്. 3 12, അജയൻ 1 13, പിന്നെ 4 ആൺപിള്ളാർ ആകുമ്പോൾ 17 സെറ്റാണ്. ഒന്നുകൂടെ പറയുന്നു, നമുക്ക് ഈ കുടുംബത്തിലെ ആണുങ്ങളുടെ എണ്ണമാണ് വേണ്ടത്. ഈ കുടുംബത്തിൽ അജയൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ആണായിട്ട്. പിന്നെ 1, 2, 3, 4 ആണുങ്ങളുണ്ട്, ആൺപിള്ളാരുണ്ട്. ഈ ഓരോ ആൺപിള്ളാർക്കും 3 വീതം ആൺപിള്ളാർ വേറെയുണ്ട്. അപ്പൊ ആണുങ്ങളുടെ എണ്ണം കാണാൻ അജയൻ 1, 4 ആൺപിള്ളാരാവുമ്പോൾ 5, പിന്നെ ഇവന്റെ 3 ആവുമ്പോൾ 9, ഇവന്റെ 3 ആവുമ്പോൾ 12, ഇവന്റെ 3 ആവുമ്പോൾ 8, ഇവന്റെ 3 ആവുമ്പോൾ 11, ഇവന്റെ 3 ആവുമ്പോൾ 14, ഇവന്റെ 3 ആവുമ്പോൾ 17. അപ്പോൾ ആ കുടുംബത്തിലെ ആണുങ്ങളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 17 ആണ്. സെറ്റാണ്. മുമ്പോട്ട് പോവാം. അടുത്ത ചോദ്യം. ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ഇത് പണ്ട് വന്ന ഒരു ചോദ്യമാണ്. ഇത് ക്രിക്കറ്റ് കളി അറിയാത്തവരെ സംബന്ധിച്ച് മിക്കവാറും എല്ലാവർക്കും അറിയാം, എന്നാലും പറയാണ്, ഈ റൺ നിരക്ക്, റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളി ആവറേജ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്.
ഈ റൺ റേറ്റ് എന്ന് പറയുന്ന സാധനം ആവറേജ് ആണ്. ഇപ്പോൾ 10 ഓവറിലെ റൺ റേറ്റ് 5 വെച്ചാണ് എന്ന് പറഞ്ഞാൽ 1 ഓവറിൽ 5 വെച്ചുണ്ട്. അതായത് 1 ഓവറിൽ എത്ര റൺ അടിക്കുന്നോ അതാണ് റൺ റേറ്റ് എന്ന് പറയുന്ന സാധനം. 1 ഓവറിൽ എത്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റ് ആവറേജ് ആണ്. ഈ റണ്ണിരൊക്കെ റൺ റേറ്റ് ഒക്കെ കണ്ട നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞുങ്ങളെ, അത് ആവറേജ് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഒരു ക്രിക്കറ്റ് കളിയിൽ 10 ഓവറിലെ റൺ റേറ്റ് 3.2 ആണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ 10 ഓവറിലെ ആവറേജ് റണ്ണ് 3.2 ആണ്. ഓക്കെ, അതായത് 1 ഓവറിൽ 3.2 എന്നുള്ള രീതിയിലാണ് അടിച്ചേക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള 40 ഓവറിലെ ഏത് റൺ റേറ്റിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? അപ്പം മൊത്തം അടിക്കേണ്ട റണ്ണ് 282 ആണ്. 10 ഓവറിൽ 3.2 ശരാശരി ഉണ്ട്. 282 റൺ അടിക്കണമെങ്കിൽ ബാക്കി 40 ഓവറിലെ റൺ റേറ്റ് അല്ലെ ബാക്കി 40 ഓവറിലെ ശരാശരി എത്ര എന്നതാണ് ചോദ്യം. ഇത് ശരാശരിയിലേക്ക് മാറ്റിയ 10 ഓവറിലെ ശരാശരി 3.2, ആകെ അടിക്കേണ്ടത് 282. അങ്ങനെയാണ് ബാക്കി 40 ഓവറിൽ എന്ത് ശരാശരി മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് ആകെ അടിക്കേണ്ടത് കുഞ്ഞുങ്ങളെ 282. ഓക്കെ ആണ്. 10 ഓവറിലെ റൺ റേറ്റ് 3.2. 10 ഓവറിൽ എടുത്ത റൺ റേറ്റ് 3.2. അതായത് റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ 1 ഓവറിൽ 3.2 റണ്ണ് വെച്ച്, അല്ലെ 10 ഓവറിലെ ശരാശരി 3.2. അപ്പൊ 10 ഓവറിൽ ആകെ എടുത്തത് 10 × 3.2. 10 × 3.2 ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 10 ഓവറിൽ ആകെ എടുത്തത് 32 റണ്ണാണ്. കാര്യം തുക കാണാൻ എണ്ണം ഗുണം ശരാശരിയാണ്. ആകെ എണ്ണം 10 ഓവർ, ശരാശരി 3.2, അങ്ങനെ 32. അല്ലേ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ 1 ഓവറിലെ റൺ, 1 ഓവറിൽ 3.2. അപ്പൊ 10 ഓവറിൽ 10 × 3.2 32. മക്കളെ മൊത്തം അടിക്കേണ്ടത് 282. അതിൽ 10 ഓവർ കഴിഞ്ഞപ്പോൾ 32 റൺ അടിച്ചു. ബാക്കി ഇനി എത്ര അടിക്കണം? 282-ൽ നിന്ന് 32 പോയിട്ട് ബാക്കി കുഞ്ഞുങ്ങളെ 250 റണ്ണാണ് ഇനി അടിക്കേണ്ടത്. ഓക്കെ ആണ് എന്ന് കരുതുന്നു. 250 ആണ് ഇനി അടിക്കേണ്ട റണ്ണ്. ഓക്കെ ആണോ? ഇനിയുള്ളത് ബാക്കി 40 ഓവറാണ്. അപ്പോൾ 1 ഓവറിൽ എത്ര വെച്ചെടുക്കണം? ആകെ അടിക്കേണ്ടത് 250, ബാക്കി അവശേഷിക്കുന്നത് 40 ഓവർ. അപ്പോൾ 1 ഓവറിലെ റൺ റേറ്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ 250/40. അല്ലേ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 250 റൺ അടിക്കണം 40 ഓവർ. അപ്പൊ റൺ റേറ്റ് എത്ര എന്നതാണ് ചോദ്യം. റൺ നിരക്ക് എത്ര? റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ശരാശരി, ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഡിവൈഡഡ് ബൈ എണ്ണം. തുക 250, എണ്ണം 40 ഓവർ. 250-നെ 40 കൊണ്ട് ഭാഗിക്കണം. 2 0 പോയി. 25-നെ 4 കൊണ്ട് ഹരിച്ചു നോക്ക്. 4 6 24, 10 വരും. 6.25 ആണ് ഉത്തരം. 25-നെ 4 കൊണ്ട് ഹരിച്ചു നോക്കൂ. 6.25. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഞാൻ ഒരു വട്ടം കൂടെ പറയും, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. ഓക്കെ, ഇവിടെ മൊത്തം അടിക്കേണ്ട റണ്ണ് 282. 10 ഓവറിലെ റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ 3.2. കുഞ്ഞുങ്ങളെ 10 ഓവറിലെ റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ 3.2. അതായത് 1 ഓവറിൽ 3.2 ആണ് അവരെടുത്തിരിക്കുന്നത്. അപ്പൊ 10 ഓവറിൽ എത്രയാന്ന് ചോദിച്ചാൽ 10 × 3.2 32. കാര്യം 3.2-ഉം 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 32-ഉം 10-ഉം 320. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ 32 എന്ന് വരും. അല്ലേ തന്നെ എണ്ണം 10 ഓവർ. റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ശരാശരി 3.2. അപ്പം മുഴുവൻ അടിച്ച തുക എണ്ണം ഗുണം ശരാശരി 32. മക്കളെ മൊത്തം അടിക്കേണ്ട റണ്ണ് 282. അതിൽ 32 റണ്ണ് 10 ഓവറിൽ അടിച്ചു. ബാക്കി
282 നിന്ന് 32 പോയിട്ട് ബാക്കി 250 റണ്ണ് ഇനി അടിക്കണം. ഇനി നമ്മളോട് എന്തോ ചോദിച്ചേ, ബാക്കി 40 ഓവറിൽ 250 റണ്ണ് ഇനി അടിക്കണ്ടേ? ഈ റൺ എടുക്കാനായിട്ട് എത്ര റൺ ഇറക്കും? ബാക്കി 40 ഓവറിലെ റൺ റേറ്റ് എത്ര? കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ബാക്കി 40 ഓവറിലെ ശരാശരി എത്ര? ശരാശരി കാണാൻ തുക ഡിവൈഡഡ് ബൈ എണ്ണം. തുക ബാക്കി 40 ഓവറിൽ 250 അടിക്കണം. എണ്ണം എന്ന് പറഞ്ഞാൽ 40, 250/40. ഇനി അല്ലേ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കേ, 40 ഓവറുമുണ്ട്, 250 റണ്ണും അടിക്കണം. അപ്പൊ റൺ റേറ്റ് എത്രന്ന് ചോദിച്ചാൽ, റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിൽ അടിക്കേണ്ട റൺ, ഒരു ഓവറിൽ 40 ഓവറിൽ 250 അടിക്കണം. അപ്പൊ ഒരു ഓവറിൽ എത്രയാന്ന് ചോദിച്ചാൽ 250/40. ഈ 0 പോയി. 25നെ 4 കൊണ്ട് നിങ്ങൾ ഹരിച്ചു നോക്ക്. നമ്മുടെ ഉത്തരം 6.25. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അടുത്ത്, ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ പെർ മണിക്കൂർ, അതായത് 30 കിലോമീറ്റർ പെർ അവർ മണിക്കൂറിൽ, അതായത് കിലോമീറ്റർ പെർ അവറിൽ യാത്ര തിരിച്ച് 120 കിലോമീറ്റർ പെർ മണിക്കൂർ, അതായത് തിരിച്ച് 120 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു. അപ്പൊ ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 പോയി, കേട്ടോണേ. ഇനി തിരിച്ച് മക്കളെ 120 വന്നു. ഓക്കെ, ഈ 2 ദൂരങ്ങളൂടെ സഞ്ചരിക്കാൻ അവൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര എന്നതാണ് ചോദ്യം. ഈ ചോദ്യം നമ്മൾ പല തവണ ഈ 10th പ്രിലിംസ്, അതായത് 2 ഘട്ടമായിട്ട് 10th പരീക്ഷകൾ വന്ന കാലം മുതൽ PSC റിപ്പീറ്റ് ആണ് ഈ സാധനം. നമ്മൾ ഈ ഇടയ്ക്ക് റിവിഷൻ ചെയ്തപ്പോഴും പല തവണ ഈ സാധനം ചെയ്യിപ്പിച്ച ചോദ്യമാണ്. അതായത് ഒരാള് ജോസഫ് അങ്ങോട്ട് 30 പോയി, തിരിച്ച് 120 വന്നു. ഈ 2 യാത്രയ്ക്കും കൂടി അവന് 5 മണിക്കൂർ എടുത്തു. എങ്കിൽ ജോസഫ് സഞ്ചരിച്ച ഒരു വർഷത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര? അതായത് ഒരു വർഷം, വൺ സൈഡ് ദൂരം എത്ര എന്നതാണ് ചോദ്യം. നമുക്കെല്ലാവർക്കും അറിയാം, ദൂരം കാണാൻ കുഞ്ഞുങ്ങളെ സ്പീഡ് ഇൻറ്റു ടൈമാണ്. ദൂരം കാണാൻ വേഗത ഇൻറ്റു സമയമാണ് ദൂരം. ഇവിടെ വേഗതയുടെ കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ 2 വേഗതയുണ്ട്, ഒന്ന് അങ്ങോട്ട് 30, ഇങ്ങോട്ട് 120. ഏത് വേഗത ഞാൻ കൊടുക്കും? സമയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. സമയം 5 മണിക്കൂറാണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നു. പക്ഷേ ദൂരം കാണാൻ നമുക്ക് വേഗത വേണം. പക്ഷേ 2 വേഗതയുണ്ട്. ഏതു വേഗത കൊടുക്കും? കുഞ്ഞുങ്ങളെ, അവിടെയാണ് നമ്മൾ ശരാശരി വേഗത കൊടുക്കേണ്ടത്. കാര്യം ഇവിടെ ഒരാൾ അങ്ങോട്ട് 30 പോയി, ഇങ്ങോട്ടും 120 വന്നു. ഇവിടെ ഒരാൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. 30 കൊടുക്കണോ 120 കൊടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. രണ്ടും ഒരുമിച്ച് ഇക്വേഷന് കൊടുക്കാൻ പറ്റില്ല. സോ നമ്മൾ ഇവിടുത്തെ ശരാശരി എടുക്കും. നമ്മൾ പഠിച്ചു, ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ അവിടുത്തെ ശരാശരി വേഗത കാണാൻ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y. എങ്ങനെ? ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ. ഇവിടെ നിങ്ങൾ നോക്ക്, ജോസഫ് എന്ന് പറയുന്നവൻ അങ്ങോട്ട് 30 പോയി, ഇങ്ങോട്ട് 120 വന്നു. പോയ ദൂരം ഒന്ന് തന്നെയാ. അങ്ങോട്ട് പോയ അതേ ദൂരം തന്നെ അവൻ ഇങ്ങോട്ടും വന്നു. ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ഇവിടുത്തെ ശരാശരി വേഗത കാണാൻ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y. അങ്ങോട്ട് 30, ഇങ്ങോട്ട് 120. രണ്ടും ഒരേ ദൂരം, പക്ഷെ ഒന്ന് 30 ഒന്ന് 120. ഇങ്ങനെ വന്നാൽ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y. 2 ഇൻറ്റു 30 ഇൻറ്റു 120. x എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡ്, y എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്ന സ്പീഡ്. x പ്ലസ് y 30 120 കൂട്ടി 150. ഇനി നമുക്ക് വെട്ടാം. കുഞ്ഞുങ്ങളെ, ഈ 0 പോയി. 12ഉം 15ഉം നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് 4ഉം ഇത് 5ഉം ആവും.
ഇനി 5ഉം 30ഉം നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 5 5 5 6 30 6 2 12 12 6 2 12 12 4 48. മക്കളെ, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോയതിൻ്റെ ശരാശരി നമുക്ക് കിട്ടി 48. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ദൂരം കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം വേഗത ഇൻറ്റു സമയം. വേഗത മക്കളെ 48. ടൈം ക്വസ്റ്റ്യനിൽ മക്കളെ തന്നിട്ടുണ്ട് 5. 48 ഗുണം 5 240 കിലോമീറ്റർ ആണ് ദൂരം എന്ന് കിട്ടും. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, 240 കിലോമീറ്റർ കിട്ടി. ഈ 240 കിലോമീറ്റർ ഡെഫിനറ്റ് ആയിട്ടും ഓപ്ഷൻ്റെ അകത്ത് കാണും. എന്നെ അങ്ങ് എടുത്തോടാന്ന് നമ്മളോട് പറയും. പക്ഷേ ഈ 240 കിലോമീറ്റർ തെറ്റാ. അങ്ങനെ പറയാൻ കാര്യം, ഈ 240 എന്ന് പറയുന്നത് മൊത്തത്തിൽ അവൻ സഞ്ചരിച്ച ദൂരമാണ്. ജോസഫ് ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ എത്ര ദൂരം എന്നാണ് ചോദിച്ചതെങ്കിൽ നമ്മുടെ ഉത്തരം 240. നമുക്ക് വേണ്ടിയത് ജോസഫ് ഒരു വർഷത്തേക്ക് സഞ്ചരിച്ച ദൂരം, ജോസഫ് സഞ്ചരിച്ച വൺ സൈഡ് ദൂരമാണ് നമുക്ക് വേണ്ടിയത്. മക്കളെ, വൺ സൈഡ് എന്ന് പറഞ്ഞാൽ 240ന്റെ പകുതി 120 കിലോമീറ്റർ ആണ് ഉത്തരമായി വരിക. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ആലോചിക്കും, സംഭവമൊക്കെ എനിക്ക് മനസ്സിലായി, ഇതെന്തോ ഇങ്ങനെ. അതായത് നമ്മൾ ഇട്ടുകൊടുത്ത ദൂരം സ്പീഡ് ഇൻറ്റു ടൈം. നമ്മൾ ഇവിടെ ഇട്ടുകൊടുത്ത സ്പീഡെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ളതിൻ്റെ ശരാശരിയാ. കണ്ടോ, അങ്ങോട്ട് 30 ഇങ്ങോട്ട് 120, അതിൻ്റെ ശരാശരിയാ. നമ്മൾ ഇട്ടുകൊടുത്ത ടൈം എന്ന് പറയുന്നത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആകെ പോയതാ 5. നമ്മൾ കൊടുത്ത സ്പീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ളതിൻ്റെ ശരാശരി, നമ്മൾ കൊടുത്ത സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ളത്. അപ്പം നമ്മളുടെ ദൂരവും ഉറപ്പായും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ളതേ കിട്ടൂ. കാര്യം നമ്മൾ എന്ത് കൊടുത്തോ അതേ നമുക്ക് തിരിച്ച് കിട്ടൂ. നമ്മൾ നന്നായി പഠിച്ചാൽ ജോലി കിട്ടും, നന്നായി കഴിച്ചാൽ വണ്ണം വെക്കും. നമ്മൾ അങ്ങോട്ട് കൊടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള സ്പീഡാണ്, നമ്മൾ അങ്ങോട്ട് കൊടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള സമയമാണ്. അപ്പം നമുക്ക് അതിട്ട് കൊടുത്ത് കിട്ടുന്ന ദൂരവും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ളതാണ്. ജോസഫ് ആകെ എത്ര പോയി എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം 240. ഇന്നു വരെ ഒരു PSC പരീക്ഷയിൽ ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടിട്ടില്ല. നമ്മളോട് എപ്പോഴും ചോദിക്കുക വൺ സൈഡ് ദൂരമാ. ജോസഫ് ആകെ എത്രയെന്നല്ല, ജോസഫ് സഞ്ചരിച്ച ഒരു വർഷത്തേക്ക് അല്ലെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വൺ സൈഡ് ദൂരം എത്ര. അപ്പൊ മൊത്തം 240 ആണ്. വൺ സൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി 120. ഓപ്ഷൻ ബി. ഞാൻ ഒരു വട്ടം കൂടെ പറയും, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം ഒന്നുകൂടെ പിടിക്കും. ഒത്തിരി തവണ നമ്മൾ ചെയ്ത ജോസഫ് എന്ന് പറയുന്ന ആള് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 പോയി, തിരിച്ച് അതേ സ്ഥലത്തേക്ക് അവിടെ നിന്ന് 120 വന്നു. ഈ 2 യാത്രയ്ക്കും കൂടി ഈ 2 ദൂരങ്ങളും സഞ്ചരിക്കാൻ ജോസഫിന് 5 മണിക്കൂർ സമയമെടുത്തു. അങ്ങനെയാണ് ഒരു വർഷത്തേക്ക്, അതായത് വൺ സൈഡ് ജോസഫ് സഞ്ചരിച്ച ദൂരം ഒരു വർഷത്തേക്കുള്ള ദൂരം, ഏതെങ്കിലും ഒരു വർഷം, കാര്യം 2 വർഷം സെയിം അല്ലേ. നമുക്ക് ദൂരം കാണാൻ, നമുക്കെല്ലാവർക്കും അറിയാം ദൂരം കാണാൻ കുഞ്ഞുങ്ങളെ സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഇവിടുത്തെ സ്പീഡ് 2 ഉണ്ട്, 30 ഉണ്ട്, 120 ഉണ്ട്. ഏത് കൊടുക്കുമെന്ന് നമുക്കൊരു ഡൗട്ടുണ്ട്. അവിടെ നമ്മൾ ആവറേജ് സ്പീഡ് കൊടുക്കും. ഇനിയും ചിലരെങ്കിലും ചിന്തിക്കും, സാർ അവിടെ നമ്മൾ എന്താ ഈ പറയുന്ന പോലെ ആപേക്ഷിക റിലേറ്റീവ് സ്പീഡ് കൊടുക്കാതെ. ഈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരുത്തൻ അങ്ങോട്ട് പോകും വേറൊരുത്തൻ ഇങ്ങോട്ട് വരും, ഒന്നിനെ അപേക്ഷിച്ച് മറ്റവന്റെ സ്പീഡാ. ഇവിടെ ഒരാൾ തന്നെയാ പോകുന്നത്, ജോസഫ് തന്നെ പോകുന്നു, അവിടെ ജോസഫ് തന്നെ തിരിച്ചു വരുന്നു. അപ്പൊ ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുന്നു. പോയ ദൂരം ഒന്ന് തന്നെ, ഇവിടെ മുതൽ അവിടെ വരെ, അവിടെ മുതൽ ഇവിടെ വരെ. ഒന്ന് 30 ഒന്ന് 120. ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ഇവിടുത്തെ ശരാശരി വേഗത കാണാൻ 2xy ഡിവൈഡഡ് ബൈ x + y. 2 × 30 × 120 ഡിവൈഡഡ് ബൈ 30 120 കൂടെ കൂട്ടുമ്പോൾ 150. പോയി
12 15 3 വെച്ച് വെട്ടിയാൽ മേളിൽ 4 താഴെ 5. 15 5 30 5 വെച്ച് വെട്ടിയാൽ 6 6 2 12 12 4 48. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള വേഗതയുടെ ശരാശരി നമുക്ക് കിട്ടി 48. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എടുത്ത സമയം ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു 5 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള ദൂരം 48 ഗുണം 5 240 എന്ന് മനസ്സിലാവും. മക്കളെ, ജോസഫ് സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ് എന്നതാണ് ചോദ്യമെങ്കിൽ 240. പക്ഷെ നമ്മളോട് ഇവിടെ പറയുന്നു ജോസഫ് സഞ്ചരിച്ച ഒരു വശത്തേക്കുള്ള വൺ സൈഡ് ദൂരം കുഞ്ഞുങ്ങളെ ഇതിന്റെ പകുതി 120. കാര്യം നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്തിട്ട സ്പീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ളതിന്റെ ശരാശരിയാണ്. നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്തിട്ട സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ളതാ. അപ്പം നമുക്ക് കിട്ടുന്ന ദൂരവും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ളതാണ്. നമുക്ക് വൺ സൈഡ് ദൂരം മതി. വൺ സൈഡ് ദൂരം ഇതിന്റെ പകുതി 120. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രമേ വേണ്ടതെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം എന്നതാണ് ചോദ്യം. വളരെ സിമ്പിളായ ചോദ്യം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വാങ്ങിയ വില എന്ന് പറയുന്നത് 100%. 10% ലാഭത്തിന് വിറ്റാൽ വിറ്റതെന്ന് പറയുന്നത് 110%. 20% ലാഭത്തിന് വിറ്റാൽ വിറ്റതെന്ന് പറയുന്നത് 120%. 5% നഷ്ടത്തിൽ വിറ്റാൽ വിറ്റത് എന്ന് പറയുന്നത് 95%. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എന്തോ പറയുന്നത്, ഒരു സൈക്കിള് 2850 രൂപയ്ക്ക് വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. അപ്പോഴേ നിങ്ങൾ മനസ്സിലാലോചിക്കുക, അവൻ അത് വിറ്റപ്പോൾ 14% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ മുടക്കിയ 100 കിട്ടി, പിന്നെ 14% ലാഭമായിട്ടും കിട്ടി. മക്കളെ, 114%-ത്തിനാണ് അവനത് വിറ്റത്. ഈ 114% കുഞ്ഞുങ്ങളെ 2850. ഡൗട്ടുണ്ടോ? മുടക്കിയ പൈസ അല്ലെ വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും 100%. അവൻ 2850 രൂപയ്ക്ക് വിറ്റപ്പോൾ 14% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ മുടക്കിയ 100 കിട്ടി, 14% ലാഭമായിട്ടും കിട്ടി. 114%-ത്തിനാണ് അവൻ വിറ്റത്. അപ്പോൾ മക്കളെ, 114%-മാണ് 2850. ഇനി നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നത്, ആ വസ്തുവിന് 8% മാത്രം ലാഭം മതിയെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? 8% മാത്രം ലാഭം മതിയെങ്കിൽ അവന് മുടക്കിയ 100 വേണം, പിന്നെ 8% ലാഭവും വേണം, 108% വേണം. അതെത്രാടാവുകയെ എന്നതാണ് ചോദ്യം. ഈ സാധനം നേരെ എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഉത്തരത്തിലേക്ക് ഈസി ആയിട്ട് വരാം. ഒന്നുകൂടെ, ഒരു വസ്തു 2850 രൂപയ്ക്ക് വിറ്റപ്പോൾ 14% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ മുടക്കിയ 100 കിട്ടി, 14 ലാഭവും കിട്ടി, 114% കിട്ടി. മക്കളെ, 114%-മാണ് 2850. ഇനി ആ വസ്തുവിന് 8% ലാഭം കിട്ടണമെങ്കിൽ മുടക്കിയ 100 വേണം, പിന്നെ 8 ലാഭമായിട്ടും വേണം, 108% വേണം. അതെത്ര എന്നതാണ് ചോദ്യം. നമുക്ക് ക്രോസ് ചെയ്യാം. ഇനി ഏത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എവിടെങ്കിലും 2 സൈഡിൽ ആളുകൾ ഉണ്ടാവും, അത് മേളിൽ എഴുതുക. ഇവിടെ 2 സൈഡിലും ആളുണ്ട്, അത് മേളിൽ. 108 × 2850 ബൈ ഒരു സൈഡിലുള്ളത് താഴെ എഴുതുക. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു സൈഡിൽ മിസ്സിംഗ് ആണ്, ഒരു സൈഡിലുള്ള ആളേ ഉള്ളൂ. ആ ഒരു സൈഡിലുള്ളവരെ താഴെ എഴുതുക ബൈ 104. ഇനി 108ഉം 104ഉം നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 108നെ 104 കൊണ്ട് 2 കൊണ്ട് ഹരിച്ചാൽ 54 വരും. 104 അല്ലല്ലോ, 114 ആയത്. കാര്യം ഒരു സൈഡിലുള്ള 114. 114നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 114 ആയത്, അത് താഴെ എഴുതി. 114നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കുമ്പോൾ 57 വരും. ഇനി വേണമെങ്കിൽ നമുക്ക് 2850ഉം 57ഉം 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ താഴെ 19ഉം മേളിൽ 9 സംതിങ് വരും.
ഞാൻ അതിനേക്കാളൊക്കെ പെട്ടെന്ന് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ 57 × 5 285. അപ്പോൾ 2850 ആകുമ്പോൾ ഒരു പൂജ്യോടെ വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും അതെങ്ങനെയാടാ പെട്ടെന്ന് കിട്ടി. എടാ 50 × 5 250. ആലോചിച്ച് നോക്ക്. 7 × 5 35. അപ്പം 250 35 ചേർത്ത് 285 വരും. അതാ ഞാൻ പെട്ടെന്ന് എടുത്ത് 57 × 5 285. പിന്നെ 2850 ആയതുകൊണ്ട് ഒരു പൂജ്യോടെ വരും. കാര്യം 285 5 പ്രാവശ്യം, പിന്നെ ഒരു പൂജ്യോടെ. ഒന്നുകൂടെ 57 × 5 285. പിന്നെ 2850 ആയതുകൊണ്ട് ഒരു പൂജ്യം കൂടെ. 54 × 50 എന്താണോ അതാണ് നമ്മുടെ ഉത്തരമായി വരിക. 54 × 5 ചെയ്തിട്ടൊരു പൂജ്യം ഇടണം. 54 × 10 540 ആണ്. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 270. പിന്നെ ഒരു പൂജ്യോടെ ചേർത്ത് നമ്മുടെ ഉത്തരം 2700. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. കുഞ്ഞുങ്ങളെ PSC പരീക്ഷയിൽ തന്നെ 2 or 3 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ചു വന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്. നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇതൊരു 3 or 4 പ്രാവശ്യം പല സമയങ്ങളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ, സെയിം നമ്പർ. ചോദ്യം ഞാനൊന്ന് പറയാം. 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ 5 കുട്ടികൾ ജനിച്ചു. അതായത് ആദ്യം ഒരു കുട്ടി, 3 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു കുട്ടി, 3 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു കുട്ടി, അങ്ങനെ 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ കുഞ്ഞുങ്ങളെ 5 കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഇവരുടെ വയസ്സുകളുടെ തുക, അതായത് ഇവരുടെ വയസ്സുകൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 50 ആണെങ്കിൽ ഏറ്റവും ചെറിയ കുഞ്ഞിൻ്റെ വയസ്സ് എത്ര എന്നതാണ് ചോദ്യം. ഇത് പ്രോപ്പർലി ചെയ്യുന്ന ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോവാം. ഏറ്റവും ചെറിയ കുഞ്ഞിൻ്റെ വയസ്സ് X ആണെങ്കിൽ മൂത്ത കുഞ്ഞിൻ്റെ വയസ്സ് X+3 ആണ്. കാര്യം 3 വയസ്സിൻ്റെ മുകളിലാണ് മൂത്ത കുഞ്ഞ്. ഇനി ഇവൻ്റെ മൂത്തതെന്ന് പറഞ്ഞാൽ X+3യുടെ കൂടെ 3 കൂടി X+6 ആണ്. ഇനി ഇവൻ്റെ മൂത്തതെന്ന് പറഞ്ഞാൽ X+6ൻ്റെ കൂടെ 3 കൂടി X+9 ആണ്. ഇവൻ്റെ മൂത്തതെന്ന് പറഞ്ഞാൽ X+9ൻ്റെ കൂടെ 3 കൂടി X+12 ആണ്. ഇതാണ് 5 കുട്ടികൾ. ഒന്നുകൂടെ പറയുന്നു. ഏറ്റവും ചെറിയ കുട്ടി X. അപ്പോൾ അവൻ്റെ മുന്നിലുള്ള കുട്ടി 3 വയസ്സ് മൂത്തതാണ്. കാര്യം 3 കൊല്ലത്തെ ഗ്യാപ്പിലാണ് ജനിക്കുന്നത്, X+3. ഇവൻ്റെ മുന്നിലുള്ള കുട്ടി 3 വയസ്സ് മൂത്തതാണ്. X+3യുടെ കൂടെ 3 കൂട്ടുമ്പോൾ X+6. ഇവൻ്റെ മുന്നിലുള്ള കുട്ടി 3 വയസ്സിന് മൂത്തതാണ്. X+6ൻ്റെ കൂടെ 3 കൂട്ടി X+9. ഇവൻ്റെ 3 വയസ്സിന് മൂത്ത X+9ൻ്റെ കൂടെ 3 കൂട്ടി X+12. ഇതാണ് 5 കുട്ടികൾ. ഈ 5 കുട്ടികളുടെ വയസ്സുകൾ കൂട്ടുമ്പോൾ 50 വരും. ഈ 5 കുട്ടികളുടെ വയസ്സ് കൂട്ടിക്ക് എക്സും കൂടെ ചേരുമ്പോൾ തന്നെ 5x ആവും. പ്ലസ് 3 6 9 9 9 18 18 12 30. അപ്പോൾ 5x + 30 ആണ് ഇതെല്ലാം കൂട്ടുമ്പോൾ കിട്ടുക. ഇതാണ് നമ്മളോട് പറയുന്ന 50. അങ്ങനെയാണ് 5xന്റെ വില എത്ര എന്ന് ചോദിച്ചാൽ ഈ 30 അവിടെ പോയി മൈനസ് ആവും. 50 - 30. അപ്പോൾ 5xന്റെ വില എത്ര എന്ന് ചോദിച്ചാൽ 20 എന്ന് വരും. 5xന്റെ വില 20 ആണ്. എക്സിൻ്റെ വില കാണാൻ 20/5 4 എന്ന് കിട്ടും. ഇതാണ് എക്സിൻ്റെ വില. എക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കുട്ടിയാണ്. ഏറ്റവും ചെറിയ കുട്ടി X, അത് 4 ആണ് എന്ന് മനസ്സിലാവും. ഇങ്ങനെയാണ് മക്കളെ ഈ സാധനം വളരെ പ്രോപ്പറായി ചെയ്യുക. ഇനി ഞാൻ ഇത് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് എളുപ്പവഴി പറയട്ടെ. മക്കളെ 5 കുട്ടികളെ നമുക്ക് ഈ 5 വര കൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതാണ് 5 കുട്ടികളെന്നിരിക്കട്ടെ. ഇത് ഇളയ കുട്ടി, തൊട്ട് മുതിർന്ന കുട്ടി, ഇത് പിന്നെ മുതിർന്നത്, ഇത് മൂത്തത്, ഏറ്റവും മൂത്തത്. ഇതാണ് 5 പിള്ളേർ എന്നിരിക്കട്ടെ. ഈ 5 പിള്ളേരുടെ വയസ്സിൻ്റെ തുക നമ്മളോട് പറയുന്നു 50. അങ്ങനെയാണ് ഈ 5 പിള്ളേരുടെ വയസ്സിൻ്റെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ തുക ഡിവൈഡഡ് ബൈ എണ്ണം 50/5 10. അപ്പോൾ ഈ 5 പിള്ളേരുടെ വയസ്സിൻ്റെ ശരാശരി എന്ന് പറയുന്നത്
നമുക്ക് മനസ്സിലാവും 10. അതെങ്ങനെയാ 10 വന്നേ? ശരാശരി കാണാൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം തുക ഡിവൈഡഡ് ബൈ എണ്ണം. 5 പിള്ളേരുടെ വയസ്സിൻ്റെ തുക 50, 5 പിള്ളേരുടെ എണ്ണം 5. തുക ഡിവൈഡഡ് ബൈ എണ്ണം എടുത്തപ്പോൾ നമുക്ക് തുക ഡിവൈഡഡ് ബൈ എണ്ണം എടുത്തപ്പോൾ ശരാശരി കിട്ടി 10. മക്കളെ, ഈ 5 പിള്ളേരുടെ വയസ്സിൻ്റെ ശരാശരി 10. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈ ശരാശരി എന്ന് പറയുന്നത് നടുക്കത്തെ കുട്ടിയുടെ വയസ്സായിരിക്കും. 5 പേരിൽ നടുക്കത്തെ കുട്ടി എന്ന് പറയുന്നത് മൂന്നാമത്തെ കുട്ടിയുടെ വയസ്സാണ് 10. അപ്പൊ എന്നെ കണ്ടോണ്ടിരിക്കുന്നവരാലോചിക്കും, അതെങ്ങനാടാ അങ്ങനെ? നമ്മൾ ശരാശരി എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഒരേ ഗ്യാപ്പുള്ള സംഖ്യകളാണെങ്കിൽ ശരാശരി വരുന്നത് നടുക്കായിരിക്കും. അതായത് അരിതമെറ്റിക് പ്രോഗ്രഷൻ, അല്ലെങ്കിൽ ഒരേ ഗ്യാപ്പ്. ഇവിടെ നിങ്ങൾ നോക്കാം, 3 വീതം ഗ്യാപ്പ് വരുന്ന സംഖ്യകളല്ലേ, അല്ലെ 3 വീതം ഗ്യാപ്പ് വരുന്ന വയസ്സുകളല്ലേ ഇവിടെ? ഏറ്റവും ഇളയത് 3 ഗ്യാപ്പ്, 3 ഗ്യാപ്പ്, 3 ഗ്യാപ്പ്. ഒരേ ഗ്യാപ്പ്, അത് ഇരട്ട സംഖ്യ ആയിക്കോട്ടെ, ഒറ്റ സംഖ്യ ആയിക്കോട്ടെ, എണ്ണൽ സംഖ്യ, ഗുണിതങ്ങൾ, AP, അരിതമെറ്റിക്, ഒരേ ഗ്യാപ്പ് ആണെങ്കിൽ അവരുടെ ശരാശരി എന്ന് പറയുന്നത് നടുക്ക് വരും. ശരാശരി 10 ആണെങ്കിൽ ഇവർക്കെല്ലാം ഒരേ ഗ്യാപ്പാണ്. കാര്യം 3 വീതം കൂടിയാ. അപ്പൊ ഇവരുടെ ശരാശരി 10 ആണെങ്കിൽ നടുക്കത്തെ ആളാണ് 10. അപ്പൊ ഇവൻ 10-ൽ നിന്ന് 3 കൂടി 13, ഇവൻ 3 കൂടി 16, ഇത് 10-ൽ നിന്നും 3 കുറഞ്ഞ് 7, ഇവൻ 7-ൽ നിന്ന് 3 കുറഞ്ഞ് 4. നമുക്ക് ഇങ്ങോട്ടുള്ളത് മാത്രം മതി. നമുക്ക് വേണ്ടിയത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി. ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് ഓപ്ഷൻ എ 4 ആണ് എന്ന് മനസ്സിലാവും. ഞാൻ ഒന്നുകൂടെ പറയും, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. 5 കുട്ടികള് 3-ന്റെ ഗ്യാപ്പ് വീതം, 3 വീതം ഗ്യാപ്പ്, 3 3 3 3 ഗ്യാപ്പുള്ള 5 പിള്ളേര്. അവരുടെ വയസ്സിന്റെ തുക 50. അങ്ങനെയാണെങ്കിൽ അവരുടെ വയസ്സിന്റെ ശരാശരി തുക ഡിവൈഡഡ് ബൈ എണ്ണം. തുക 50, എണ്ണം 5. അപ്പോൾ അവരുടെ വയസ്സിന്റെ ശരാശരി നമുക്ക് മനസ്സിലായി 10. ഈ 5 പേരുടെ വയസ്സിന്റെ ശരാശരി 10. ഇതാണ് മക്കളെ 5 പിള്ളാർ. അവരുടെ വയസ്സിന്റെ ശരാശരി 10 എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം ഒരേ ഗ്യാപ്പാണ്. ഒരേ ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ നടുക്കത്തെ കുട്ടിയാണ് ശരാശരിയായി വരിക. ഒരേ ഗ്യാപ്പാണ്, എപ്പോഴും ശരാശരി നടുക്കാണ്. ഇവിടെ 3-ന്റെ ഗ്യാപ്പാണ്, 3 എന്നല്ല, ഒരേ ഗ്യാപ്പാണ്, എപ്പോഴും ശരാശരി നടുക്ക്. നടുക്കത്തെ കുട്ടി 5 പേരിൽ നടുക്ക് മൂന്നാമത്തെ കുട്ടി 10. അപ്പൊ ഇത് 10-ന്റെ കൂടെ 3 കൂടി 13, ഇത് 13-ന്റെ കൂടെ 3 കൂടി 16. എന്തുകൊണ്ടാ 3 കൂടി എന്നതിന്റെ കാര്യം? 3-ന്റെ ഗ്യാപ്പിലാണ് ഓരോ കുട്ടിയും പോകുന്നത്. ഇത് 10-നേക്കാളും 3 കുറഞ്ഞ് 7, ഇത് 7-നേക്കാളും 3 കുറഞ്ഞ് 4. ഏറ്റവും ഇളയ കുട്ടി ഓപ്ഷൻ എ 4. അടുത്ത് 853 ഇൻറ്റു 1346 ഇൻറ്റു 452 ഇൻറ്റു 226 എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേത് എന്നതാണ് ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ് മക്കളെ. ഈ സംഖ്യ ഗുണിച്ച് കിട്ടുമ്പോൾ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത്, അതായത് അതിൻ്റെ ലാസ്റ്റ് നമ്പറായിട്ട് എന്ത് വരും? ഇനി ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് ഒരു ചാപ്റ്ററായിട്ട് തന്നെ നമ്മൾ PSCയിൽ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പറയുന്ന ഒരു സാധനമുണ്ട്. എപ്പോഴും ഒറ്റയുടെ സ്ഥാനത്തെ ലാസ്റ്റ് നമ്പറിനെ ഡിസൈഡ് ചെയ്യുക ഒറ്റയുടെ സ്ഥാനത്തെ ചോദ്യത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനമായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതെല്ലാം ഗുണിച്ചിട്ട് നിങ്ങൾ നോക്കണ്ട. നമുക്ക് വേണ്ടിയത് ഒറ്റയുടെ സ്ഥാനത്തെ, അതായത് ലാസ്റ്റ് നമ്പറാണ് വേണ്ടിയത്. കാര്യം ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനം 3, ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനം 6, ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനം 2, ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനം 6. നമുക്ക് വേണ്ടിയത് എപ്പോഴും ഒറ്റയുടെ സ്ഥാനം, ലാസ്റ്റ് നമ്പർ. അതുകൊണ്ട് നമ്മൾ ഈ ചോദ്യത്തിലെയും ലാസ്റ്റ് നമ്പർ മാത്രം നിങ്ങൾ എടുക്കുക. ഇവിടുത്തെ ലാസ്റ്റ് നമ്പർ 3 ഇൻറ്റു ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ ഒറ്റയുടെ സ്ഥാനം 6 ഇൻറ്റു ഇവിടുത്തെ ലാസ്റ്റ് നമ്പർ 2 ഇൻറ്റു ഇവിടുത്തെ ലാസ്റ്റ് നമ്പർ 6. ഇനി ഇതെല്ലാം കൂടെ ഗുണിച്ചിട്ട് അവരുടെ ഒറ്റയുടെ സ്ഥാനം അങ്ങ് എടുത്താൽ മതി. ഇതാണ്. അപ്പോൾ ഓരോന്നായിട്ട് 3 6 ഗുണിക്കുക. 3 6 ഗുണിക്കുമ്പോൾ 18. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം മാത്രം എടുക്കുക 8.
ഇനി അടുത്ത 8ഉം 2ഉം കൂടെ ഗുണിക്കുക 16. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം മാത്രം എടുക്കുക 6. ഇനി 6ഉം 6ഉം കൂടെ ഗുണിക്കുക 36. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം എടുക്കുക 6. പരിപാടി കഴിഞ്ഞു. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഇനി അതല്ല, നിങ്ങൾക്ക് വേണേൽ അല്ലാതെ വേണേലും ഗുണിക്കാം. 3ഉം 6ഉം 18, 18ഉം 2ഉം 36, 36 × 6 216. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനവും 6ആണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി എളുപ്പം ഞാൻ ഈ പറഞ്ഞ രീതി തന്നെ. ഒന്നുകൂടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ, അതായത് അവസാനത്തെ അക്കം കാണാൻ ചോദ്യത്തിലെ അവസാനത്തെ അക്കങ്ങൾ മാത്രം എടുക്കുക. ആദ്യത്തെ അവസാനത്തെ അക്കം 3 ഇൻറ്റു ഇവിടുത്തെ അവസാനത്തെ അക്കം 6 ഇൻറ്റു ഇവിടുത്തെ അവസാനത്തെ അക്കം 2 ഇൻറ്റു ഇവിടുത്തെ അവസാനത്തെ അക്കം 6. ഇനി ഓരോന്നോരോന്നായിട്ട് ഗുണിക്കുക. 3ഉം 6ഉം കൂടെ ഗുണിക്കുമ്പോൾ 18. അതിൻ്റെ അവസാനത്തെ അക്കം 8. അടുത്തവനെ ഇറക്കി 8ഉം 2ഉം കൂടെ ഗുണിക്കുമ്പോൾ 16. അതിൻ്റെ അവസാനത്തെ അക്കം 6. 6ഉം 6ഉം കൂടെ ഗുണിക്കുമ്പോൾ 36. അതിൻ്റെ അവസാനത്തെ അക്കം 6. പരിപാടി കഴിഞ്ഞു. ഒന്നുകൂടെ അവസാനത്തെ അക്കം, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ഒറ്റയുടെ സ്ഥാനം മാത്രം നോക്കുക. 3, 6, 2, 6. 3ഉം 6ഉം 18. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം 8. 8ഉം 2ഉം 16. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം 6. 6ഉം 6ഉം 36. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം 6. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. അടുത്ത്, തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റു 3 ജോഡികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ ജോഡി ഏത് എന്നതാണ് ചോദ്യം. അതായത് ഒറ്റയാൻ ആര് എന്നതാണ് ചോദ്യം. ഇത് വളരെ സിമ്പിളായ ഒരു ചോദ്യം. ഒത്തിരി ഒന്നും നമ്മൾ കൂലങ്കഷമായി ആലോചിക്കേണ്ട കാര്യമില്ല. കാര്യം 17നെ തിരിച്ചിട്ടാൽ 71. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 17നെ തിരിച്ചിട്ടാൽ 71. ഓക്കെ. ഇനി 23നെ തിരിച്ചിട്ടാൽ 32. 19നെ തിരിച്ചിട്ടാൽ 91 വരേണ്ടത്. പക്ഷെ ഇവിടെ 90 എന്നാണ് എഴുതിയേക്കുന്നത്. 46നെ തിരിച്ചിട്ടാൽ 64. കണ്ടോ? അപ്പോൾ ഒരു 2 അക്ക സംഖ്യയും അത് തിരിച്ചിടുന്നതും കൂടെ വരുന്നതാണ് ജോഡി. 17 തിരിച്ചിട്ടാൽ 71, 23 തിരിച്ചിട്ടാൽ 32, 46 തിരിച്ചിട്ടാൽ 64. പക്ഷെ ഇവിടെ 19 ഇത് തിരിച്ചിട്ടാൽ 91 ആയിരുന്നു വരേണ്ടത്. പക്ഷെ 90 എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പൊ കൂട്ടത്തിൽ പെടാത്ത ജോഡി ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും സി. ഇനി ചിലരെങ്കിലും ചിന്തിക്കും ഇത് രണ്ടും ഈ പ്രൈം നമ്പർ ആണ്. പക്ഷെ അങ്ങനെയാണ് എല്ലായിടത്തും ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണം. പക്ഷെ എല്ലായിടത്തും ഒരേപോലെ തന്നെ ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒറ്റയാനെ കണ്ടെത്തുക ക്വസ്റ്റിന് തന്നെ പറയുന്നുണ്ട് 3 ജോഡികൾ ഒരുപോലെയാണ്, ആ ജോഡി വ്യത്യസ്തമായത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ തിരിച്ചിട്ടു 23 തിരിച്ചിട്ട് 32, 46 തിരിച്ചിട്ട് 64. പക്ഷെ ഇവിടെ തിരിച്ചിടുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നില്ല. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അടുത്ത്, മോഹന്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിന്റെ 15% മക്കളുടെ പഠനത്തിനും 28% വീട്ടുചെലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നു. എങ്കിൽ മാസാവസാനം മോഹന്റെ സമ്പാദ്യം എത്ര? നമുക്കെല്ലാവർക്കും അറിയാം, ഒരാൾ സമ്പാദിക്കുന്ന മുഴുവൻ ഒരാളുടെ ശമ്പളം എന്ന് പറയുന്നത് മുഴുവൻ 100%. ഈ പെർസെൻറ്റേജ് കുറച്ചെങ്കിലും അറിയാവുന്നവർക്കറിയാം, മൊത്തം എന്ന് പറയുന്നത് എപ്പോഴും 100%. ആ 100%ത്തിൽ 15% അവൻ മക്കളുടെ ഫീസ്, 28% വീട്ടുചെലവ്, 10% വാടകയ്ക്ക്. ഇതാണ് അവൻ്റെ ചെലവ്. മൊത്തം അവൻ്റെ ശമ്പളം 100%. ആ 100%ത്തിൽ മക്കളുടെ ഫീസ് 15, മറ്റേത് 28, വാടക 10. അപ്പൊ ഇവന്റെ ചെലവെന്ന് പറയുന്നത് മുഴുവൻ 1, 4 എത്രയാ? 2, 1, 3, 3, 1, 4, 53% അവന്റെ മുഴുവൻ ചെലവ്. ആലോചിച്ച് നോക്ക്. മൊത്തം അവന്റെ ശമ്പളം 100% അവന്റെ ചിലവ് എന്ന് പറയുന്നത് 53%. അങ്ങനെയാണ് അവന്റെ വരുമാനം എന്ന് പറയുന്നത്, അവന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് 47%. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അതെങ്ങനെ? മുഴുവൻ അവന്റെ ശമ്പളം 100%, അതിൽ അവന്റെ ചെലവ് 53, ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ അവന്റെ സമ്പാദ്യമല്ലേ.
100ൽ നിന്ന് 53 പോയിട്ട് 47% അവൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നു. നമുക്ക് വേണ്ടിയത് അവൻ്റെ സമ്പാദ്യം 47% അവൻ്റെ സമ്പാദ്യം. മുഴുവൻ 50,000 അവൻ്റെ ശമ്പളം. ആ 50,000-ന്റെ 47% അവൻ്റെ സമ്പാദ്യം. 50,000-ന്റെ 47% കണ്ടുപിടിച്ചാൽ മതി, ഉത്തരമാവും. 50,000-ന്റെ 47% കാണാൻ 50,000 ഇൻറ്റു 47/100 ചെയ്താൽ മതി. അപ്പോൾ 47 ഗുണം 5, 47 ഗുണം 10, 470. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ 470-ന്റെ പകുതി, 470-ന്റെ പകുതി 235. 235-ഉം പിന്നെ ഈ 2 പൂജ്യോടെ ചേർത്ത് അവൻ സമ്പാദിക്കുന്ന പൈസ 23,500 എന്ന് മനസ്സിലാവും. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. ഒരാളുടെ മുഴുവൻ ശമ്പളം, മുഴുവൻ എന്ന് പറയുന്നത് 100%. ഒരാളുടെ മുഴുവൻ ശമ്പളം 100%. അതിൽ അവൻ 15% ഫീസ്, 28% വാടക, വീട്ടുചെലവ്, 10% വാടക. അപ്പോൾ ഇത്രയും അവൻ ചെലവാക്കി. 53% അവൻ ചെലവാക്കി. 100%-ൽ മുഴുവൻ ശമ്പളമായ 100-ൽ 53 ചെലവാക്കിയാൽ ബാക്കി 100-ൽ നിന്ന് 53 പോയിട്ട് 47% അവൻ്റെ നീക്കിയിരിപ്പ്, അവൻ്റെ സമ്പാദ്യം. അപ്പോൾ അവൻ്റെ സമ്പാദ്യം ശമ്പളത്തിൻ്റെ 47%. ശമ്പളം 50,000 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. ആ 50,000-ന്റെ 47% കണ്ടുപിടിച്ചാൽ മതി. 50,000-ന്റെ 47% കാണാൻ 50,000 ഇൻറ്റു 47/100 ചെയ്യുന്നു. ചെയ്തു വരുന്നു 23,500 ഉത്തരമായി വരിക. ഇനി ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യും. മുഴുവൻ ശമ്പളം 100%. 100% നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്ന 50,000. അവൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് 47%. 100% 50,000. 47% എത്രാടാ എന്ന് ക്രോസ് ചെയ്ത് നോക്കിയാലും ഈ പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റും. ഇനി അല്ലേ തന്നെ 100 50,000 ആവാൻ ഈ പറയുന്ന പോലെ 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതേ 500 തന്നെ താഴെ ഗുണിച്ച് ഇങ്ങനെ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുന്ന ആളുകളുമുണ്ട്. എങ്ങനെ ചെയ്താലും ഒരേ ഉത്തരം തന്നെയാണ് വരിക. കൺസെപ്റ്റ് ഇതാണ്, അത് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 5 മൈനസ് 1/4 പ്ലസ് 2 1/2 പ്ലസ് 2 1/4 എത്ര? ഇനി ബോഡ്മാസ് റൂൾ പ്രകാരം ചെയ്താലും നമ്മൾ ഈ ബ്രാക്കറ്റിനുള്ളത് ആദ്യം ചെയ്യണം. ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യണം. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളത് ആദ്യം നമ്മൾ സോൾവ് ചെയ്തിട്ട് അത് 5-ഉമായിട്ട് കുറയ്ക്കണം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആരാ ഉള്ളത്? 1/4 പ്ലസ് 2 1/2 പ്ലസ് 2 1/4. ആലോചിച്ചു നോക്ക്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. മിക്സഡ് ഒക്കെ മാറ്റി പല മെത്തേഡുണ്ട്. മിക്സഡ് ഒക്കെ 2 2 4 എഴുതി പിന്നെ മിക്സഡ് മാറ്റി മറ്റേ ഭിന്നസംഖ്യ കണ്ടുപിടിച്ച് നോർമലി 2 2 4 പ്ലസ് 1/4 പ്ലസ് 1/2 പ്ലസ് 1/4 സോൾവ് ചെയ്ത് 2 കൂടെ ചേർത്തൊക്കെ വെച്ച് അല്ലെ മിക്സഡ് മാറ്റിയൊക്കെ ചെയ്യാം. ഇനി ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഈ 1/4 1/2 എന്നൊക്കെ വായിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഇത് കാല്, ഇതര, ഇത് കാല്, മുക്കാല്, ഇങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ തന്നെ മലയാളത്തിൽ വായിച്ചാൽ കുറച്ചുകൂടെ വേഗതയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ 1/5 1/9 7/11 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാനേ പറ്റൂ. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഡയറക്റ്റ് നമ്മൾ മിക്സഡ് ഒക്കെ മാറ്റണം. ഇപ്പോൾ 1/9 7/12 ഇങ്ങനെയൊക്കെയുള്ള ചോദ്യമാണ്. നമ്മൾക്ക് വേറെ ഒരു വഴിയില്ല, നമ്മൾ മിക്സഡ് മാറ്റുന്നു ചെയ്യുന്നു. പക്ഷെ ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കാല് അര കാല് ഇവിടെ തന്നെ ഒന്ന് കൂട്ടി നോക്ക്. 2 2 4, 2 2 കൂട്ടുമ്പോൾ തന്നെ 4ആയി. പൂർണ്ണമായിട്ട് 2 പൂർണ്ണസംഖ്യകൾ 2 2 കൂട്ടുമ്പോൾ 4ആയി. പിന്നെ എന്തൊക്കെയുണ്ട്? കാലുണ്ട്, അരയുണ്ട്, കാലുണ്ട്. കാലും അരയോടെ കൂട്ടുമ്പോൾ മുക്കാല്, മുക്കാലും കാലൂടെ കൂട്ടുമ്പോൾ 1. അങ്ങനെ 4 1 നമുക്ക് 5 എന്ന് വളരെ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് പറയാം. ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലേ തന്നെ നോക്ക്. കാല് 2.5, 2.5 കാലൂടെ ചേരുമ്പോൾ 2 മുക്കാലായി. 2 മുക്കാലും 2 കാലൂടെ വരുമ്പോൾ തന്നെ 2 2 4, കാലും മുക്കാലും മുക്കാലും കാലൂടെ ആകുമ്പോൾ തന്നെ 5 എന്നുള്ളൊരു വാല്യൂ കിട്ടും. വളരെ സിമ്പിളാണ്. കാല് അര മുക്കാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റണം. ഒന്നുകൂടെ, കാലും അരയും കാലൂടെ ചേരുമ്പോൾ തന്നെ 1ആയി. കാലും അരയും മുക്കാല്, മുക്കാലും കാലൂടെ വരുമ്പോൾ 1. അല്ലെങ്കിൽ കാലും കാലൂടെ ചേർന്നാൽ അര,
അരയും അരയൂടെ വരുമ്പോൾ 1, പിന്നെ 2ഉം 2ഉം 4, 4ഉം ഈ 1 ചേർത്ത് 5. വളരെ സിമ്പിൾ. ഇനി അതല്ല, 4ഉം 2.5 കൂട്ടണം. 2.5യും 4 കൂട്ടിയാൽ 2.25 പിന്നെ 2.25ഉം 2.25. 2.25ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 4.25, പിന്നെ ഒരു 4 വെക്കുമ്പോൾ 5. സിമ്പിളായിട്ട് ഇങ്ങനെ ഒപ്പിക്കാം. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തിലെ വാല്യൂ 5 ആയി. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ 5 മൈനസ് ബ്രാക്കറ്റിൻ്റെ അകത്തിൽ 5, 5 മൈനസ് 5 0 ആണ്. നമ്മുടെ ഉത്തരം സെറ്റാണ്. ഓപ്ഷൻ സി 0. 5 മൈനസ് ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള സാധനം വളരെ സിമ്പിളായി നമുക്ക് കിട്ടി. 5 ആണ്. 5 മൈനസ് 5 0. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സിൽ വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറിൻ.